അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ പരീക്ഷയിൽ 2023 ചോദിച്ച PSC ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് പോകാം. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിന് ആൻസർ കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. നോക്കാം. എ പേഷ്യന്റ് വിത്ത് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഇസ് പ്രസന്റഡ് വിത്ത് സീരിയസ് ഡിഫക്ട് ഇൻ കാർഡിയാക് കണ്ടക്ഷൻ. ശ്രദ്ധിക്കൂ, കാർഡിയാക് കണ്ടക്ഷനിൽ സീരിയസ് ഡിഫക്റ്റോട് കൂടി എന്താണ് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉള്ള ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്തെ ബ്ലോക്കേജ് ആയിരിക്കും നമ്മൾ സസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഏത് ആർട്ടറിയിലായിരിക്കും ബ്ലോക്ക് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. കാരണം എന്താ, SA നോഡ് ആൻഡ് AV നോഡ് അല്ലേ. SA നോഡിനും AV നോഡിനും കൃത്യമായിട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആരാ? ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലെ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹാർട്ടിൻ്റെ അനാട്ടമി 5ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹാർട്ടിൻ്റെ വാൽസ്, പ്രധാനപ്പെട്ട വാൽസ് അല്ലേ, നമ്മുടെ ബൈകസ്പിഡ് വാൽവും ട്രൈകസ്പിഡ് വാൽവും പിന്നെ 2 സെമി ലൂണാർ വാൽസുമാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അതിനോടൊപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട് അല്ലേ, ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ. കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയാണ് പ്രധാനമായിട്ട് ഈ ഒരു ധർമ്മം നിർവഹിക്കുന്നത്. ഇപ്പോഴത്തെ ചോദ്യങ്ങൾ പലയിടത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം എന്താണ്, വളരെ ആപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ പരീക്ഷയിൽ 2023 ചോദിച്ച PSC ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് പോകാം. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിന് ആൻസർ കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. നോക്കാം. എ പേഷ്യന്റ് വിത്ത് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഇസ് പ്രസന്റഡ് വിത്ത് സീരിയസ് ഡിഫക്ട് ഇൻ കാർഡിയാക് കണ്ടക്ഷൻ. ശ്രദ്ധിക്കൂ, കാർഡിയാക് കണ്ടക്ഷനിൽ സീരിയസ് ഡിഫക്റ്റോട് കൂടി എന്താണ് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉള്ള ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്തെ ബ്ലോക്കേജ് ആയിരിക്കും നമ്മൾ സസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഏത് ആർട്ടറിയിലായിരിക്കും ബ്ലോക്ക് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. കാരണം എന്താ, SA നോഡ് ആൻഡ് AV നോഡ് അല്ലേ. SA നോഡിനും AV നോഡിനും കൃത്യമായിട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആരാ? കൃത്യമായിട്ട് നമ്മുടെ നോട്ടിൽ പറയുന്നു റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറി അല്ലേ. അപ്പോൾ റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ സപ്ലൈ എങ്ങോട്ടൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, അതുപോലെ ഇൻഫീരിയർ പോർഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, അതുപോലെ പോസ്റ്റീരിയർ സെപ്റ്റൽ വാൾ. നോക്കൂ, SA നോഡ് ആൻഡ് AV നോഡ് അല്ലേ. അപ്പോൾ SA നോഡിനും AV നോഡുമാണ്, അല്ലെങ്കിൽ SA നോഡാണ് ഹാർട്ടിന്റെ റിയൽ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത് അല്ലേ. ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന ഭാഗം SA നോഡാണ്. അപ്പോൾ SA നോഡിലേക്കുള്ള സപ്ലൈ കുറഞ്ഞത് കൊണ്ടാണ് ആർക്ക്, ഈ പറഞ്ഞ പേഷ്യന്റിന് സീരിയസ് ഡിഫക്റ്റ് വിത്ത് കാർഡിയാക് കണ്ടക്ഷൻ ഉണ്ടായത് അല്ലേ. അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് മക്കളെ? റൈറ്റ് കൊറോണറി ആർട്ടറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവൽസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കഥ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാലേ നമുക്കത് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്ന ഹാർട്ട് വാൽവ്സ് ആണ് അല്ലേ. വാൽവിന്റെ ധർമ്മം എന്താണ്? പ്രധാനമായിട്ടും ബാക്ക് ഫ്ലോ തടയുക എന്നുള്ളതാണ്. ഹാർട്ടിൽ മാത്രമല്ല വേറെ എവിടെയാണെന്നുണ്ടെങ്കിലും വാൽവിന്റെ ധർമ്മം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൈഡിലേക്കുള്ള ഫ്ലോ മാത്രം ഉറപ്പാക്കുക. തിരിച്ചുള്ള ഫ്ലോ, വാട്ടർ ആകട്ടെ, ജലമാകട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് ആകട്ടെ, വായു ആവട്ടെ അല്ലെ, തിരിച്ചുള്ള ഫ്ലോ തടയുക എന്നുള്ളതാണ്. നോക്കാം, 4 വാൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The 4 valves in heart permit blood flow to in only one direction അല്ലെ. ഒരേ ഡയറക്ഷൻ അല്ലെ, ഒറ്റ ഡയറക്ഷനിൽ മാത്രം അല്ലെ, യൂണി ഡയറക്ഷനിലായിട്ട് മാത്രമേ നമുക്ക് ബ്ലഡിന് പോകാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ആ ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയാം. സുപ്പീരിയർ വീനേക്കാവയും ഇൻഫീരിയർ വീനേക്കാവയും എങ്ങോട്ട്, റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡിനെ എന്ത് ചെയ്യും, ഡംപ് ചെയ്യും അല്ലെ, ഡംപ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് റൈറ്റ് ഏട്രിയൽ കോൺട്രാക്ഷൻ, അതിനോടൊപ്പം സബ്സിക്വന്റ് ആയിട്ട് നമ്മുടെ റൈറ്റ് വെൻട്രിക്കുലർ റിലാക്സേഷൻ സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കണം, ബ്ലഡ് ഇത് ഇങ്ങോട്ട് വരണം അല്ലെ. അപ്പോഴിന്ന് തുറന്നു കൊടുക്കണം, ഈ ട്രൈകസ്പിഡ് വാൽവ് തുറന്നു കൊടുക്കണം അല്ലേ, അങ്ങനെ തുറന്നു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഈ ബ്ലഡിനെ നേരെ അങ്ങോട്ട് നമ്മുടെ പൾമണറി സർക്കുലേഷനിലേക്ക് പമ്പ് ചെയ്ത് കളയണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്ലഡ് എങ്ങോട്ട് പോകണം, ദേ ഇങ്ങോട്ട് പൾമണറി ആർട്ടറിയിലേക്ക് പോകണം അല്ലേ. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് സംഭവിക്കും, കോൺട്രാക്ഷൻ കൂടും, ഇത് അടയും, ഇത് തുറക്കും. ഇത്രയേ ഉള്ളൂ. ഈ ഡയറക്ഷനിൽ മാത്രം ദേ ഇതുവഴി ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോവുക. ഈ ധർമ്മം, ഇത് ഉറപ്പാക്കലാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്, വാൽവുകളുടെ ധർമ്മം എന്ന് പറയുന്നത് അല്ലേ. നോക്കാം. ദ വാൾസ് വിച്ച് ആർ കമ്പോസ്ഡ് ഓഫ് തിൻ ലീഫ്ലെറ്റ്സ് ഓർ ഫൈബ്രസ് ടിഷ്യൂ അല്ലെ. ചെറിയ, നമുക്കറിയാം ഫൈബ്രസ് ടിഷ്യൂ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. അതുപോലെ ഓപ്പൺ ആൻഡ് ക്ലോസ് ഇൻ റെസ്പോൺസ് ടു ദ മൂവ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് പ്രഷർ ചേഞ്ചസ് വിത്തിൻ ദ ചേമ്പേഴ്സ്. അത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും എന്തിന്റെ റെസ്പോൺസിലാണ്, നമ്മുടെ ഹാർട്ടിന് അകത്തുള്ള പ്രഷർ ചേഞ്ചസിന് അനുസരിച്ചാണ് എന്ത്, നമുക്കിത് ഓപ്പൺ ആവുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്കറിയാം. അതുപോലെ 2 തരത്തിലുള്ള വാൽവുകളുണ്ട്. ഒന്നെന്താണ് ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവും, രണ്ടെന്താണ് സെമി ലൂണാർ വാൽവുകളും അല്ലെ. ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവുകളും
സെമി ലൂണാർ വാൽവുകളും. ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവുകൾ ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്? ഏട്രിയവും വെൻട്രിക്കിളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിലേക്ക് ബ്ലഡിനെ പെർമിറ്റ് ചെയ്യുന്ന വാൽവുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവുകൾ എന്ന് വിളിക്കുക. രണ്ടെണ്ണമുണ്ട്. അവ ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് റൈറ്റ് സൈഡിൽ കാണുന്ന ട്രൈ കസ്പിഡ് വാൽവും, കണ്ടോ ഇതാണ് ട്രൈ കസ്പിഡ്, 3 കസ്പിഡില്ലേ ഉണ്ട്. അതുപോലെ പിന്നെ എന്താണ് വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന മൈട്രൽ വാൽവ് അല്ലേ, മൈട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈ കസ്പിഡ് വാൽവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അല്ലേ അതിന്റെ ധർമ്മം എന്താണ്? ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡിനെ പെർമിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്തെന്താ പറയുന്നത്? സെമി ലൂണാർ വാൽവുകൾ അല്ലേ. അപ്പൊ സെമി ലൂണാർ വാൽവ് എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ പറഞ്ഞ ആർട്ടറിയുടെ തുടക്കത്തിൽ അല്ലേ. ഏതൊക്കെയാണ്? ഒരെണ്ണം ഇവിടെ അയോർട്ടയുടെ തുടക്കത്തിൽ ഒരു അയോർട്ടിക് സെമി ലൂണാർ വാൽവ് ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ എന്താണ്? പൾമോണറി ആർട്ടറിയുടെ തുടക്കത്തിൽ ഒരു പൾമോണറി സെമി ലൂണാർ വാൽവ്, പൾമോണിക് വാൽവും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ 2 വാൽവും ഇവിടെ 2 വാൽവും, ഇങ്ങനെ മൊത്തം 4 വാൽവുകളാണ് ഇവിടെയുള്ളത്, നമ്മുടെ ഹാർട്ടിലുള്ളത് നമുക്കറിയാം. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി നോക്കാം AV വാൽവ്സ്. AV വാൽവ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? ദ വാൾസ് ദാറ്റ് സെപ്പറേറ്റ് ദ ഏട്രിയ ഫ്രം ദ വെൻട്രിക്കിൾസ് ആർ ടേംഡ് ആസ് AV വാൾവ്സ്, അല്ലെങ്കിൽ ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ്സ് അല്ലെ. ഏട്രിയയ്ക്കും വെൻട്രിക്കിളിനും ഇടയിലിരിക്കുന്ന, അല്ലെങ്കിൽ ഏട്രിയയിൽ നിന്നും വെൻട്രിക്കിളിലേക്ക് ബ്ലഡിനെ പെർമിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വെൻട്രിക്കിളിൽ നിന്നും ഏട്രിയത്തിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോയെ തടയുന്ന വാൽവുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ഏട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ബ്ലഡിനെ പെർമിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് വെൻട്രിക്കിൾ കോൺട്രാക്ഷൻ സമയത്ത് ഏട്രിയത്തിലേക്കുള്ള തിരിച്ചുള്ള ബാക്ക് ഫ്ലോയെ പ്രിവെന്റ് ചെയ്യുന്ന വാൽവുകൾ എന്ന് വിളിക്കാം AV വാൽവുകൾ എന്ന് വിളിക്കാം. അപ്പോൾ പ്രധാനമായിട്ട് 2 വാൽവ് ഉണ്ട്. ഒന്നെന്താണ്? ട്രൈ കസ്പിഡ് വാൽവ് അല്ലെ. ട്രൈ കസ്പിഡ് വാൽവ് നമുക്കറിയാം. എന്തുകൊണ്ടെന്നാൽ 3 കസ്പ് അല്ലെങ്കിൽ 3 ലീഫ്ലെറ്റ് ആണ് ട്രൈ കസ്പിഡ് വാൽവിലുള്ളത്. ഇത് കാണപ്പെടുന്നത് റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാറിപ്പോകാതിരിക്കുകയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ട്രൈ കസ്പിഡ് വാൽവ്. എവിടെയാണ് ഇരിക്കുന്നത്? റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലാണ് കാണപ്പെടുന്നത് അല്ലേ. കൃത്യമല്ലേ? കുഴപ്പമില്ല. അതുപോലെ എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് വെച്ചാൽ അവിടെ 3 കസ്പുകൾ അല്ലെങ്കിൽ 3 ലീഫ്ലെറ്റുകൾ വന്നിട്ടാണ് ഈ പറഞ്ഞ വാൽവ് അടയുന്നത് അല്ലേ. ഇതാണ് നമുക്ക് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കാം മൈട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ്. മൈട്രൽ വാൽവിന് ആ പേര് വന്നതിന്റെ ആ കാരണം പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. നമ്മുടെ എന്താണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരായിട്ടുള്ള ബിഷപ്പുമാരൊക്കെ തലയിൽ ധരിക്കുന്ന തൊപ്പി പോലെ അല്ലെ, ഇങ്ങനെ ഇരിക്കുന്ന രണ്ടൊരു തൊപ്പി പോലെയാണ് മൈട്രൽ വാൽവ് കാണപ്പെടുന്നത് അല്ലെ. ഇങ്ങനെയാണ് അവരെ കൊപ്പിയിരിക്കുന്നത് ബിഷപ്പുമാരുടെയൊക്കെ. അപ്പോൾ കണ്ടില്ലേ, അവിടെ എന്താണ്? ബൈകസ്പിഡ് വാൽവാണ്. 2 കസ്പുകൾ മാത്രമേ ഉള്ളൂ അല്ലെ. മൈട്രൽ വാൽവിനെ ശ്രദ്ധിക്കുക. ലൈസ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെ. ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലാണ് എന്ത് കാണപ്പെടുക? മൈട്രൽ വാൽവ് കാണപ്പെടുക അല്ലെ. എവിടെയാണ്? ശുദ്ധരക്തം എവിടെയാണ്? നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡീൽ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ അല്ലെ. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എവിടെയാണ് എന്നുള്ള കാര്യം. ലൈസ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, മറന്നു പോകരുത്. ഓക്കെ അല്ലേ. അപ്പോൾ ട്രൈകസ്പിഡ് വാൽവ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്. ഇനി നമുക്ക് ഈ AV വാൽവ്സിന്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലഡ് ഫ്ലോ നിങ്ങൾക്ക് അറിയാം എങ്ങോട്ടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. നോർമലി വെൻ ദ വെൻട്രിക്കിൾസ് കോൺട്രാക്ട്, വെൻട്രിക്കുലാർ പ്രഷർ റൈസസ് ക്ലോസിംഗ് ദ AV വാൽവ് ലീഫ്ലെറ്റ്സ്. നോക്കൂ, നമുക്കറിയാം ഈ വാൽവുകൾ ഇങ്ങനെ ഇങ്ങോട്ട് ചരിഞ്ഞു വന്നിട്ടുള്ള അല്ലേ, ഇങ്ങോട്ട് ചരിഞ്ഞു വന്നിട്ടുള്ള ഒരു എന്താ പറയുക സ്ട്രക്ചറാണ് നമുക്കറിയാം. അത് ഇവിടെ പാപ്പിലറി മസിൽസിലുമായിട്ട് ബന്ധപ്പെടുത്തി, ഇവിടെ പാപ്പിലറി മസിൽസ് ഉണ്ട്, ഇവിടെ കോഡേ ടെൻഡനിയുമായി ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്നു നമ്മുടെ ഈ പറഞ്ഞ ഓരോ കസ്പുകളെയും അല്ലെ. ഓരോ കസ്പുകളെയും കോഡേ ടെൻഡനിയുമായിട്ട് കെട്ടിവെച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്? വെൻട്രിക്കുലാർ കോൺട്രാക്ഷന്റെ സമയത്ത് സംഭവിക്കും? എവിടുത്തെ പ്രഷർ കൂടും? വെൻട്രിക്കിളിലെ പ്രഷർ വർദ്ധിക്കും, നമുക്കറിയാം അല്ലെ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്? ഇവിടെ പ്രഷർ കൂടുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കുന്ന സിംഗിൾ സൈഡ് വാൽവാണല്ലേ. അപ്പോൾ ഇങ്ങോട്ട് ബാക്കിൽ നിന്നല്ലേ പ്രഷർ വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വാൽവിന്റെ ബാക്കിൽ നിന്ന് പ്രഷർ വരുമ്പോൾ വാൽവ് നോർമലി എന്ത് ചെയ്യും? അടയും അല്ലെ. അതേസമയം ഇവിടുത്തെ വാൽവ് എങ്ങനെ ഇരിക്കുന്നത്? അങ്ങോട്ടാ തുറന്നിരിക്കുന്നത്. ഇതിന്റെ ഷേപ്പ് ലൈക്ക് ഒരു ഫണൽ ഷേപ്പ് ഇങ്ങോട്ടാണ് തുറക്കുന്നത്, ഇതിന്റെ ഒരു ഫണൽ ഷേപ്പ് അങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് ഇങ്ങോട്ട് അങ്ങ് പോകും. ഈ പ്രഷർ തന്നെ എന്തിനും കാരണമാകും? ഈ വാൽവിന്റെ ക്ലോഷറിനും കാരണമാകും. ഇത്രയാണ് സംഭവിക്കുന്നത് അല്ലേ. നോക്കാം, 2 അഡീഷണൽ സ്ട്രക്ചർ ഉണ്ട് അവിടെ. എന്തൊക്കെയുണ്ട്? പാപ്പിലറി മസിൽസും കോഡേ ടെൻഡനിയും. ഇത് വാൽവ് ക്ലോഷറിന് കൃത്യമായിട്ട് സഹായിക്കുന്ന സാധനമാണ്. കാര്യം എന്താ? നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രഷർ പോകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ വെൻട്രിക്കുലാർ പ്രഷർ വർദ്ധിക്കുമ്പോഴത്തേക്കും നോർമലി ഈ വാൽവ് അടയുന്ന ഒരു ആക്ഷൻ ഉണ്ടാവും. കൃത്യമായിട്ട് ഇവിടെ ഒരു കെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് വാൽവ് പ്രൊലാപ്സ് അല്ലേ, അങ്ങ് തള്ളിപ്പോകും, അപ്പുറത്തേക്ക് അങ്ങ് മറിഞ്ഞു പോകും. മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങ് എന്ത് ചെയ്യും? നമുക്ക് ഇവിടുന്ന് ബ്ലഡ് ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 അഡീഷണൽ സ്ട്രക്ചർ അല്ലേ,
ഒന്നെന്താണ് പാപ്പിലറി മസിൽ അല്ലെ, പാപ്പിലറി മസിൽ, അതിനോടൊപ്പം എന്താണ് കോഡേറ്റ് ടെൻഡനി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. പാപ്പിലറി മസിൽ ലൊക്കേറ്റഡ് ഇൻ ദ സൈഡ്സ് ഓഫ് ദ വെൻട്രിക്കുലർ വാൾസ് ആർ കണക്റ്റഡ് ടു ദ വാൾ ലിഫ്റ്റസ് ബൈ തിൻ ഫൈബ്രസ് സ്പാൻഡിൽസ് കാൾഡ് കോഡേറ്റ് ടെൻഡനി അല്ലെ. പാപ്പിലറി മസിൽ എവിടെയാണ് കാണപ്പെടുന്നത്? വെൻട്രിക്കുലാർ വാളിലാണ് പാപ്പിലറി മസിൽസ് കാണപ്പെടുന്നത് അല്ലേ. ഈ പാപ്പിലറി മസിൽസുമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ വാൽവിന്റെ കസ്പുകളെ എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു? കോഡേറ്റ് ടെൻഡനി എന്ന് പറയുന്ന തിൻ ബാൻഡുകൾ, ഫൈബ്രസ് ബാൻഡുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് എന്തിന് നമ്മുടെ ഈ പറഞ്ഞ സിസ്റ്റോളിന്റെ സമയത്ത് പാപ്പിലറി മസിൽ കോസസ് ദ കോഡേറ്റ് ടെൻഡനി ടു ബിക്കം ടോട്ട് അല്ലെ. പാപ്പിലറി മസിൽസ് കോഡേറ്റ് ടെൻഡനി ഇങ്ങനെ വലിച്ചു നിർത്തും. അപ്പോൾ ആ ഒരു വലിവിന്റെ ആ ഒരു ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ആ വാൽവ് അപ്രോക്സിമേറ്റ് ആയിട്ട് കൃത്യമായിട്ട് അടഞ്ഞ് ബാക്ക് ഫ്ലോ തടയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ആക്ഷൻ. നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് അറിയാം. ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നിങ്ങൾ ഇത്രയും എഴുതി വെച്ചേക്കുന്നതെന്ന് കാണാതെ പഠിച്ചേക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെ നിന്ന് ചോദിക്കുന്ന ഏത് തരത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അവസാനം ചോദ്യോത്തര വേളയിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഒന്നുകൂടെ ഞാൻ പറയാം, ഇത്രയേ ഉള്ളൂ. നമുക്ക് ബൈകസ്പിഡ് വാൽവ് ഉണ്ട്, ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട്. രണ്ടും ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പൊസിഷൻ എങ്ങനെയാണ് മക്കളെ? ഇങ്ങോട്ട് അല്ലെ, ഇങ്ങോട്ട് ബ്ലഡ് ഫ്ലോയെ എൻ്റർ ചെയ്യുന്ന ഒരു പൊസിഷനാണ്. ആ രീതിയിലാണ് ഈ കസ്പുകൾ ഇവിടെ ഇരിക്കുന്നത് അല്ലെ. ഈ കസ്പുകളെ എങ്ങോട്ട് നമ്മുടെ താഴെ കോഡേറ്റ് ടെൻഡനി വെച്ചിട്ട് അല്ലെ, കോഡേറ്റ് ടെൻഡനി വെച്ചിട്ട് താഴെയുള്ള ഈ പറഞ്ഞ പാപ്പിലറി മസിൽസിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോർമലി വെൻട്രിക്കുലർ കോൺട്രാക്ട് സംഭവിക്കുമ്പോഴത്തേക്കും പ്രഷർ അങ്ങോട്ട് വരും. ഈ സെമിലൂണാർ വാൽവ് തുറന്നത് ബ്ലഡ് അങ്ങോട്ട് പോകും. ഈ സമയത്ത് ഈ പ്രഷർ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് ഈ കസ്പ് കൃത്യമായിട്ട് അടയാനുള്ളൊരു സാഹചര്യം വരും. അതിന് കൃത്യമായി സഹായിക്കുന്ന രണ്ട് സ്ട്രക്ചർ ഒന്നെന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാൽവ് തള്ളിപ്പോകാൻ സഹായിക്കുന്ന രണ്ട് സ്ട്രക്ചർ എന്താണ്? കോഡേറ്റ് ടെൻഡനിയും പാപ്പിലറി മസിൽസും. ഓക്കെയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം സെമിലൂണാർ വാൽവ്സ്. സെമിലൂണാർ വാൽവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അല്ലെ, രണ്ട് സെമിലൂണാർ വാൽവ് ഉണ്ട്. അതിനകത്ത് സെമി ലൂണാർ എന്ന് പറയുമ്പോൾ മൂൺ ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ, ഹാഫ് മൂൺ ലൈക്ക് സ്ട്രക്ചർ ആണ്. അതായത് നമുക്ക് നേരത്തെ കണ്ടു സെമിലൂണാർ വാൽവിനെ അല്ലെ. അത് എവിടെയൊക്കെ കാണപ്പെടുന്നത്? പൾമോണിക് സെമിലൂണാർ വാൽവ് ഉണ്ട് അല്ലെ, അതുപോലെ അയോർട്ടിക് വാൽവ് ഉണ്ട് അല്ലെ. ഇവിടെയും കാണപ്പെടുന്നുണ്ട്, ഇവിടെയും കാണപ്പെടുന്നുണ്ട് അല്ലെ. ഓക്കെ ആണ്. അപ്പോൾ അതാണ് സെമി ലൂണാർ വാൽവ് എന്ന് പറയുമ്പോഴത്തേക്കും. 2 സെമി ലൂണാർ വാൽവ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 3 ഹാഫ് മൂൺ ലൈക്ക് അല്ലെ, ഹാഫ് മൂൺ പോലെയുള്ള ലീഫ്ലെറ്റുകൾ കൊണ്ടാണ് നമ്മുടെ ഈ രണ്ട് സെമി ലൂണാർ വാൽവ് ഉണ്ടായിരിക്കുന്നത്. The valve between the right ventricle and the pulmonary artery is called a pulmonic valve അല്ലെ. പൾമോണറി ആർട്ടറിയിലും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിനെ നമ്മൾ എന്ന് വിളിക്കുന്നുണ്ട് പൾമോണിക് വാൽവ്. ഏതാണ് ആ വാൽവ്? ഇതാണ് ആ വാൽവ് അല്ലെ. കണ്ടില്ലേ, ഇത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ എന്താണ് രണ്ട് സർക്കുലേഷനും, സിസ്റ്റമിക് സർക്കുലേഷനും അതുപോലെ നമ്മുടെ പൾമോണിക് സർക്കുലേഷനും ഏറെക്കുറെ സംശയമുള്ള ആൾക്കാർക്ക് ഇത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ, സുപ്പീരിയർ വീനക്കാവ, എംറ്റീസ് ബ്ലഡ് ടു ദ റൈറ്റ് ഏട്രിയം ആൻഡ് ത്രൂ ട്രൈകസ്പിഡ് വാൽവ് ബ്ലഡ് എൻറ്റേഴ്സ് ടു ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ബൈ കോൺട്രാക്ഷൻ എന്താ ഇത് അടയുന്നു, ഇത് തുറക്കുന്നു. ഏത് വാൽവാ തുറക്കുന്നേ? പൾമോണിക് വാൽവ് തുറന്നിട്ട് രണ്ട് ലങ്സിലേക്കും പോകുന്നു. അവിടുന്ന് ഓക്സിനേറ്റ് ചെയ്ത് തിരിച്ച് എങ്ങോട്ട് വരുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മൈട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പമ്പ് ചെയ്ത് എങ്ങോട്ട് പോകുന്നടാ? കണ്ടില്ലേ, അയോർട്ട വഴി നമ്മുടെ രണ്ട് സൈഡിലേക്കും സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പോകുന്നു. നേരെ തിരിച്ച് ഈ സൈക്കിൾ റിപ്പീറ്റ് ആവുന്നു അല്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പൾമോണിക് വാൽവ് എവിടെയാണ് കാണപ്പെടുന്നത്? റൈറ്റ് വെൻട്രിക്കിളിനും അതുപോലെ പൾമോണറി ആർട്ടറിക്കും ഇടയിലാണ് പൾമോണിക് വാൽവ് കാണപ്പെടുന്നത് അല്ലെ. അതുപോലെ ദ വാൽവ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ദ അയോർട്ട ഈസ് കാൾഡ് ദ അയോർട്ടിക് വാൽവ്. ലെഫ്റ്റ് വെൻട്രിക്കിളിനും അയോർട്ടയ്ക്കും ഇടയിലുള്ള വാൽവിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? അയോർട്ടിക് വാൽവ്. അതൊന്നും ചോദിക്കില്ല, കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഉത്തരവുണ്ട്, അങ്ങനെ ചോദിക്കില്ല കേട്ടോ. അപ്പോൾ അത് രണ്ടാണ് നമ്മുടെ സെമി ലൂണാർ വാൽവുകൾ അല്ലേ. ഇതേ പറഞ്ഞ കാര്യം നമുക്ക് ഇവിടെയും കൂടെ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ECG പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഇതിന് എന്താണ് സംഭവിക്കുന്നത് കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ടാണ് അല്ലേ. ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ എന്ന് പറയാൻ നമുക്കറിയാം, ഹാർട്ട് നമ്മുടെ ശരീരത്തിന് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കുന്ന ആളാണല്ലേ അല്ലേ. അല്ലേടാ, അയോർട്ട വഴി നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തെയും ബ്ലഡ് കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഹാർട്ടിന് പ്രവർത്തിക്കാൻ ബ്ലഡ് വേണ്ടേ, ഓക്സിജൻ വേണ്ടേ, ന്യൂട്രിയൻസ് വേണ്ടേ? വേണം. അതിനു വേണ്ടി ബ്ലഡ് കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ന് വിളിക്കുക കൊറോണറി ആർട്ടറികൾ എന്ന് വിളിക്കുക. അതായത് നമ്മുടെ അയോർട്ടയിൽ നിന്നും ആദ്യമായിട്ട് വേർപിരിയുന്ന സബ് ബ്രാഞ്ചാണ് എന്ത് കൊറോണറി ആർട്ടറീസ്. ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ശ്രദ്ധിച്ച് വെച്ചേക്കുക. അപ്പോൾ കൊറോണറി ആർട്ടറീസ് നോക്കാം. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൊറോണറി ആർട്ടറീസ് ആൻഡ് ദെയർ ബ്രാഞ്ചസ് സപ്ലൈ ആർട്ടീരിയൽ ബ്ലഡ് ടു ദ ഹാർട്ട്.
ഹാർട്ടിന് എന്ത് വേണം? പ്രവർത്തിക്കാൻ ആർട്ടീരിയൽ ബ്ലഡ് വേണം. ആർട്ടീരിയൽ ബ്ലഡ് വഴിയാണ് എന്ത് കിട്ടുക? ഓക്സിജനും അതുപോലെ മറ്റ് ന്യൂട്രിയൻസ് എല്ലാം കിട്ടുക. അപ്പോൾ അങ്ങനെ ആർട്ടീരിയൽ ബ്ലഡ് നമ്മുടെ ഹാർട്ടിന് പ്രവർത്തിക്കാൻ ആവശ്യമാണ്. അപ്പോൾ എങ്ങനെ? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൊറോണറി ആർട്ടറീസ് ആണ് നമുക്ക് ഈ പറഞ്ഞ ഹാർട്ടിന് എന്ത് കൊടുക്കുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ആർട്ടീരിയൽ ബ്ലഡ് സപ്ലൈ നമുക്കറിയാം. അതുപോലെ കൊറോണറി ആർട്ടറീസ് ആർ സോ കാൾഡ് ബിക്കോസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതൊരു ക്രൗൺ പോലെ കാണപ്പെടുന്നുള്ളതാണ്. നമുക്കിത് കണ്ടാൽ കൃത്യമാവില്ല, അടുത്ത പടത്തിൽ കൃത്യമാവും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഇതിനെ ഹാർട്ടിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണറി ആർട്ടറി സപ്ലൈ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു കോൺ ഷേപ്ഡ് സാധനമല്ല. അതിനെ മൊത്തത്തിൽ അതിന് കൊടുക്കുന്ന ആ ഒരു ബ്ലഡ് സപ്ലൈയുടെ ആ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അങ്ങനെ ഒരു ക്രൗൺ പോലെ നമുക്ക് കാണപ്പെടും. രണ്ട് ആർട്ടറികളുടെയും ഒരു വിന്യാസം നമുക്കൊരു ക്രൗൺ പോലെ കാണപ്പെടും. അതുകൊണ്ടാണ് കൊറോണറി ആർട്ടറി എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്താണ്? അതുകൊണ്ടാണ് നമുക്കൊരു ക്രൗൺ പോലെ ഇത് കാണപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? ഇതിനെ കൊറോണറി ആർട്ടറി എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക. അതുപോലെ ഫസ്റ്റ് ബ്രാഞ്ചസ് ഓഫ് ദി അയോർട്ട അല്ലെ, ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കണേ. അയോർട്ടയുടെ ആദ്യത്തെ ബ്രാഞ്ച് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് മക്കളെ? കൊറോണറി ആർട്ടറീസ് ആണ്. കൊറോണറി ആർട്ടറീസ്. ഇനി ഇത് എവിടെന്നാ റൈസ് ചെയ്യുന്നത് നോക്കാം. ദീസ് ആർട്ടറീസ് ഒറിജിനേറ്റ് ഫ്രം ദ അയോർട്ട ജസ്റ്റ് എബോവ് ദ അയോർട്ടിക് വാൽവ് ലീഫ്ലെറ്റ്സ് അല്ലെ. അയോർട്ടിക് വാൽവ് ലീഫ്ലെറ്റിന്റെ തൊട്ട് മുകളിൽ എന്താ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നിന്നും അല്ലെ, രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇതിന് തൊട്ട് താഴെ ഇരിക്കുന്നതാണ് അയോർട്ടിക് വാൽവ് ആണ് അല്ലെ, അയോർട്ടിക് സെമിലൂണർ വാൽവ് ആണ്. അതിന് തൊട്ട് മുകളിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ പറഞ്ഞ കൊറോണറി ആർട്ടറീസ് റേസ് ആകുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ അസെൻഡിങ് അയോർട്ട there are 3 dilations or swellings called aortic sinus where the coronary artery rises. അപ്പോൾ അതിനകത്ത് റൈറ്റ് അയോർട്ടിക് സൈനസും ഉണ്ട്, ലെഫ്റ്റ് അയോർട്ടിക് സൈനസും ഉണ്ട് അല്ലെ. നമ്മുടെ അയോർട്ട ബിഗിൻ ചെയ്യുമ്പോഴത്തേക്കും സ്ഥലത്ത്, അതായത് നമുക്ക് ഇത് അസെൻഡിങ് അയോർട്ടയാണ് അല്ലെ, അസെൻഡിങ് അയോർട്ട. അപ്പൊ അസെൻഡിങ് അയോർട്ട ബിഗിൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത്, തുടങ്ങുന്ന സ്ഥലത്ത് ജസ്റ്റ് എബോവ് ദ അയോർട്ടിക് സെമിലൂണാർ വാൽവ്, അയോർട്ടിക് സെമിലൂണാർ വാൽവ് അകത്താ വരുന്നത് അല്ലേ, അതിന് തൊട്ട് മുകളിൽ അസെൻഡിങ് അയോർട്ട തുടങ്ങുന്ന സ്ഥലത്ത് ഒരു 3 ഡയലേഷൻ ഉണ്ട്. അതിലെ ലെഫ്റ്റ് ഡയലേഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് അയോർട്ടിക് സൈനസിൽ നിന്ന് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും റൈറ്റ് അയോർട്ടിക് സൈനസിൽ നിന്ന് റൈറ്റ് അയോർട്ടിക് കൊറോണറി ആർട്ടറിയും പുറപ്പെടുന്നു. സംശയമില്ലല്ലോ. ഇവിടെയാണ് നമുക്ക് ആ ഒരു ഡയലേഷൻ കാണാൻ പറ്റുക. ആ ഡയലേഷൻ നമ്മൾ എന്ന് വിളിക്കുക? അയോർട്ടിക് സൈനസ് എന്ന് വിളിക്കുക കേട്ടോ, അയോർട്ടിക് സൈനസ് എന്ന് വിളിക്കുക. അപ്പോൾ ലെഫ്റ്റ് അയോർട്ടിക് സൈനസിൽ നിന്നും ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും റൈറ്റ് അയോർട്ടിക് സൈനസിൽ നിന്ന് റൈറ്റ് കൊറോണറി ആർട്ടറിയും പുറപ്പെടുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൊറോണറി ആർട്ടറീസ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രണ്ട് സാധനമാണ് നമ്മുടെ ഹാർട്ടിന് ആർട്ടീരിയൽ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണ്? ഒരു ക്രൗൺ പോലെ കാണപ്പെടുന്ന കൊറോണറി ആർട്ടറി എന്നറിയപ്പെടുന്നത്. അതുപോലെ അയോർട്ടയുടെ ഫസ്റ്റ് ബ്രാഞ്ചാണ് കൊറോണറി ആർട്ടറീസ് അല്ലെ. അത് എവിടെ? അയോർട്ടിക് വാൽവ് ലീഫ്ലെറ്റിന്റെ തൊട്ട് മുകളിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അസെൻഡിങ് അയോർട്ടയുടെ തൊട്ട് മുകളിൽ അല്ലെ തുടങ്ങുന്ന ആ സ്ഥലത്ത് 3 ഡയലേഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ അയോർട്ടിക് സൈനസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഹാർട്ടിന്റെ ഈ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷന്റെ ഒരു വ്യത്യസ്തത കൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാം. ഒരുപക്ഷെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു മേഖലയാണ് കേട്ടോ. അപ്പൊ നോക്കാം. ഹാർട്ടിനെ സംബന്ധിച്ചുള്ള ലാർജ് ആയിട്ടുള്ള മെറ്റബോളിക് റിക്വയർമെന്റ്സ് ഉണ്ട് അല്ലേ. ഒരു ഭ്രൂണം ഉണ്ടാകുമ്പോഴത്തേക്കും ആദ്യമായിട്ട് പ്രവർത്തി തുടങ്ങുന്ന സാധനമാണ് ഹാർട്ട് അല്ലെ. അത് തൊട്ട് നമ്മുടെ ജീവിത അവസാനം വരെ പ്രവർത്തിക്കേണ്ട സാധനമാണ് ഹാർട്ട് അല്ലേ. അതിന് എന്താണ്? വലിയ മെറ്റബോളിക് റിക്വയർമെന്റ്സ് ഉണ്ട്. ഏകദേശം 70 മുതൽ 80% ഓക്സിജൻ, ഡെലിവറി ചെയ്യപ്പെട്ട ഓക്സിജന്റെ 70 to 80% ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയും എന്താണ് നമുക്ക് ഈ ഓക്സിജന്റെയും മറ്റ് ന്യൂട്രിയൻസിന്റെയും ആവശ്യമുണ്ട്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യണം അല്ലെ. അത് കൃത്യമായിട്ട് നമ്മുടെ എന്താണ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ഉറപ്പാക്കണം. അതുപോലെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വലിയ എന്താണ് മെറ്റബോളിക് റിക്വയർമെന്റ്സ് ഉള്ള സാധനമാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അൺലൈക്ക് അതർ ഓർഗൻസ് അല്ലെ, മറ്റുള്ള ആർട്ടറികളെ പോലെ അല്ല, കൊറോണറി ആർട്ടറിക്ക് പ്രത്യേകതയുണ്ട്. ദേ വിൽ റിമെയിൻ പെർഫ്യൂസ്ഡ് ഡ്യൂറിങ് ഡയസ്റ്റോൾ. സാധാരണ എങ്ങനെയാണ്? സിസ്റ്റോൾ വരുന്ന സമയത്താണ് ബ്ലഡ് മറ്റുള്ള ആർട്ടറികളിലൂടെ വളരെ ഈസി ആയിട്ട് പെർഫ്യൂസ് ചെയ്ത് കടന്നു പോകുന്നത് അല്ലേ, പെർഫ്യൂഷൻ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്കറിയാം, ഒന്നി റൈറ്റ് കൊറോണറി ആർട്ടറിയും ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും നമ്മുടെ അസെൻഡിങ് അയോർട്ടയുടെ തുടക്കത്തിലാണ്, അവിടെയാണ് അല്ലേ. അപ്പൊ നോക്ക്, നമ്മുടെ ഈ ഹാർട്ട് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ബ്ലഡിന്റെ വെസൽസ് എല്ലാം കൂടെ അടങ്ങുന്നതല്ല അതിന്റെ മസ്കുലർ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നോർമലി എന്തായിരിക്കും? ഈ സാധനം
കാരണം നമ്മുടെ ഈ പറഞ്ഞ വെസൽസിനും ഈ പറഞ്ഞ പോലെ ചെറുതാകുന്ന കണ്ടില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെറുതാകുന്ന കണ്ടില്ലേ? അപ്പോൾ ശരിക്കും അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ നടക്കോ? ഇല്ല. അപ്പോൾ എപ്പോഴാണ് ശരിക്കും ഈ പറഞ്ഞ പെർഫ്യൂസ്ഡ് ആകുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കൃത്യമാകുന്നത് എപ്പോഴാണ്? ഈ റിലാക്സേഷൻ സമയത്താണ്, അല്ലേ? ഡയസ്റ്റോളിന്റെ സമയത്താണ്. അൺലൈക്ക് അതർ ആർട്ടറീസ് ഇൻ അവർ ബോഡി. ശ്രദ്ധിക്കുക, വ്യത്യാസമാണ്, പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. വേണമെങ്കിൽ അസേർഷൻ റീസണിങ് ടൈപ്പ് ചോദ്യങ്ങൾ ഈ ഒരൊറ്റ പോയിന്റ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അതുപോലെ എന്താണ്? ആൻ ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ് ഷോർട്ടൻസ് ഡയസ്റ്റോൾ ആൻഡ് ക്യാൻ ഡിക്രീസ് മയോകാർഡിയൽ പെർഫ്യൂഷൻ. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ട്രെഡ്മിൽ ടെസ്റ്റ് ഒക്കെ ഇല്ലേ, അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇതാണല്ലേ, ഹാർട്ട് റേറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഹാർട്ട് റേറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ സംഭവിക്കും, ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ സംഭവിക്കും, ഡയസ്റ്റോൾ ചെറുതാവും അല്ലേ, പെട്ടെന്ന് സംഭവിക്കും, പെട്ടെന്ന് നമ്മുടെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ സംഭവിക്കും. ഡയസ്റ്റോള് ചെറുതാവും, കുറച്ച് സമയത്തേക്ക് മാത്രമേ എന്താണ് ഡയസ്റ്റോൾ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടിയാൽ എന്താണ്? മയോകാർഡിയൽ പെർഫ്യൂഷൻ കുറയും, അല്ലേ? മയോകാർഡിയൽ പെർഫ്യൂഷൻ കുറയും. ഓക്കെ. അതുപോലെ പേഷ്യൻസ് പർട്ടിക്കുലർ ദോസ് വിത്ത് കൊറോണറി ഹാർട്ട് ഡിസീസ്, അല്ലേ? അപ്പൊ നമ്മുടെ ട്രെഡ്മിൽ ടെസ്റ്റിന്റെ അടിസ്ഥാനം ഇതാണല്ലേ, എന്താണ്? പേഷ്യൻസ് പർട്ടിക്കുലർലി ദോസ് വിത്ത് CAD ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് സംഭവിക്കും? ഹാർട്ട് റേറ്റ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? മയോകാർഡിയൽ ഇസ്കീമിയ ഉണ്ടാവും, അല്ലേ? അവരുടെ അടുത്ത് കുറെ നേരം നമ്മളിങ്ങനെ ഓടാൻ പറയുമ്പോഴത്തേക്ക് അവരെന്ത് പറയും? അയ്യോ, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല എന്ന് പറയും, അല്ലേ? എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ. എന്താണ് കാര്യം? മയോകാർഡിയൽ ഇസ്കീമിയ ഉണ്ടാവുകയാണ്. കാര്യം എന്താ? ഹാർട്ട് റേറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? പെർഫ്യൂഷൻ കുറയുകയാണ്. കാര്യം എന്താ? ഡയസ്റ്റോളിന്റെ ലെങ്ത് കുറയാണ്, അല്ലേ? പെട്ടെന്ന് ഹാർട്ടിന്റെ റേറ്റ് വർദ്ധിക്കുന്നതനുസരിച്ച് ഡയസ്റ്റോള് ചെറുതാവും. അതിനനുസരിച്ച് ഇനാഡിക്വേറ്റ് ഓക്സിജൻ സപ്ലൈ ടു ആരുണ്ടാവും? ഹാർട്ട് മസിൽസ് ഉണ്ടാകും. ഇതാണ് സംഭവിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മുടെ ശരീരത്തിലെ മറ്റ് ആർട്ടറികളിൽ നിന്നും വ്യത്യാസം എന്താണ്? ഡയസ്റ്റോളിന്റെ സമയത്താണ് നമ്മുടെ കൊറോണറി ആർട്ടറീസ് പെർഫ്യൂസ്ഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സപ്ലൈ കൃത്യമായിട്ട് നടക്കുന്നത്. കൃത്യമല്ലേ മക്കളെ? ആ വ്യത്യാസം മനസ്സിലായില്ലേ? നോക്കാം. കൊറോണറി ആർട്ടറി ഒന്ന് നോക്കണം. നമുക്കറിയാം എന്താ പ്രധാനമായിട്ടും 2 എണ്ണം ഉള്ളതല്ലേ. അതിന് എന്തുകൊണ്ടാണ് പേര് വിളിക്കുന്നത്? ക്രൗൺ ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ടാണ്. പിന്നെ എന്താണ്? ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് ദ അയോർട്ടയാണ്, അല്ലേ? അതുപോലെ എന്താണ്? ഇത് എവിടെ നിന്നാണ് വരുന്നത്? അയോർട്ടിക് സൈനസ് എന്നാണ്. ലെഫ്റ്റ് അയോർട്ടിക് സൈനസ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും റൈറ്റ് അയോർട്ടിക് സൈനസ് റൈറ്റ് കൊറോണറി ആർട്ടറിയും വരും. അതുപോലെ എന്താണ്? ഏകദേശം 70 മുതൽ 80%, അതായത് നമുക്ക് ഇതിനകത്തേക്ക് പോകുന്ന നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡിലുള്ള 70 മുതൽ 80% ആര് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ ഹാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ഓക്സിജൻ ഡിമാൻഡുള്ള സാധനമാണ് നമ്മുടെ ഹാർട്ട്. അപ്പോൾ നോക്ക്, മറ്റുള്ള ഓർഗൻസ് ഏകദേശം 25% ഓക്സിജൻ മാത്രമേ കൊടുക്കുന്നില്ല, 25% ഓക്സിജൻ അവർക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മറ്റൊരു പ്രത്യേകത? ഒരു അനാട്ടമിൽ പെക്യുലാരിറ്റി നോക്കൂ. കൊറോണറി ആർട്ടറി എന്നിങ്ങനെയാണ് ഡയസ്റ്റോളിന്റെ സമയത്താണ് പെർഫ്യൂസ്ഡ് ആയിരിക്കുന്നത്, അല്ലേ? ഡയസ്റ്റോളിന്റെ സമയത്താണ് എന്ത്? കൊറോണറി ആർട്ടറി പെർഫ്യൂസ്ഡ് ആയിട്ട് ഈ ബ്ലഡ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ എന്തുകൊണ്ടാണ് CAD ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് റേറ്റ് വർദ്ധിക്കുമ്പോഴത്തേക്ക് അവർക്ക് ബ്രെത്ത്ലെസ്നെസ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മയോകാർഡിയൽ ഇസ്കീമിയ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? ഈ ഒരു കാരണം കൊണ്ടാണ്. ഡയസ്റ്റോളിന്റെ ലെങ്ത് കുറയുന്നു, അല്ലേ? ഡയസ്റ്റോളിന്റെ ലെങ്ത് കുറയുന്നു എപ്പോ? ഹാർട്ട് റേറ്റ് വർദ്ധിക്കുന്ന സമയത്ത്. ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറി നോക്കാം. റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറി ഈ കാണുന്ന സാധനമാണ് കേട്ടോ, ഈ സാധനമാണ്. അപ്പോൾ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഈസ് സപ്ലൈഡ് ബൈ ദ റൈറ്റ് കൊറോണറി ആർട്ടറി വിച്ച് പ്രോഗ്രസ് അറൌണ്ട് ടു ദ ബോട്ടം ഓർ ഇൻഫീരിയർ വാൾ ഓഫ് ദ ഹാർട്ട്. കണ്ടോ? അറൌണ്ട് ടു ദ ബോട്ടം, ബോട്ടത്തിലേക്ക് ഇതേ വന്ന് ഇൻഫീരിയർ വാളിലേക്ക്, അല്ലേ, ബാക്കിലുള്ള വാളിലേക്ക് കടന്നു പോകുന്ന സാധനമാണ് എന്ത്? നമ്മുടെ ഈ പറഞ്ഞ റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറി. ഇനി ഇത് ആരൊക്കെ സപ്ലൈ ചെയ്യും? റൈറ്റ് ഏട്രിയത്തിന് സപ്ലൈ ചെയ്യും. ഈ ഭാഗത്തല്ലേ മക്കളെ റൈറ്റ് ഏട്രിയം വരുന്നത്, അല്ലേ? ഈ ഭാഗത്ത് റൈറ്റ് ഏട്രിയത്തിന് സപ്ലൈ ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് സപ്ലൈ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. റൈറ്റ് വെൻട്രിക്കിൾ സപ്ലൈ ചെയ്യും. ഈ സ്ഥലത്തല്ലേ റൈറ്റ് വെൻട്രിക്കിൾ കാണപ്പെടുന്നത്, അല്ലേ? യെസ്, ഈ ഭാഗത്താണ് റൈറ്റ് വെൻട്രിക്കിൾ സപ്ലൈ ചെയ്യും. ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ സപ്ലൈ ചെയ്യും. ശ്രദ്ധിക്കൂ, ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. നമുക്കൊരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമുക്കറിയാം ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈയിൽ എവിടെയെങ്കിലും മുടക്കം ഉണ്ടാകുന്നു, അല്ലെ? എവിടെയെങ്കിലും മുടക്കം ഉണ്ടായാൽ പോരാ. എന്താണ്? കൃത്യമായിട്ട് നമ്മുടെ ഈ സിസ്റ്റോളിൽ, അല്ലെ, സിസ്റ്റോളിൽ കൃത്യമായ പങ്ക് വഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന ആരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്, അല്ലേ മക്കളെ? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന് ആരൊക്കെ ബ്ലഡ് കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട 3 ആർട്ടറികളും ബ്ലഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം, ഇവിടെ നോക്കാം. നമ്മുടെ ഈ റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സിസ്റ്റമിക് സർക്കുലേഷൻ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഇൻഫീരിയർ പോർഷൻ സപ്ലൈ കൊടുക്കുന്നു. മനസ്സിലാക്ക്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ പറയുമ്പോഴത്തേക്കും ഇൻഫീരിയർ പോർഷനിലാണ് പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ ഏത് ആർട്ടറിക്കായിരിക്കും പ്രശ്നം വരുന്നത്? റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറിക്കായിരിക്കും ബ്ലോക്ക് വരുന്നത്, അല്ലേ?
കൃത്യമല്ലേ? കൃത്യമാണ്. അപ്പൊ നോക്കാം, ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിളിനും സപ്ലൈ കൊടുക്കുന്നു ആര്? റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറി. ഇനി നോക്കാം പോസ്റ്റീരിയർ സെപ്റ്റൽ വാൾ അല്ലെ, സെപ്റ്റൽ വാൾ, പോസ്റ്റീരിയർ സെപ്റ്റൽ വാൾ, ആന്റീരിയർ അല്ല. അപ്പോൾ ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിളിനും കൊടുക്കുന്നു റൈറ്റ് വെൻട്രിക്കിളിനും കൊടുക്കുന്നു പറഞ്ഞു. അതായത് ഇങ്ങനെ കറങ്ങിയതേ ഇങ്ങനെ ഈ അറ്റം വരെ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിന് സപ്ലൈ ഉണ്ട്, ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിളിന് സപ്ലൈ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പോസ്റ്റീരിയർ സെപ്റ്റൽ വാൾ, ഇടയ്ക്കുള്ള സെപ്റ്റൽ വാളിന്റെ ആ ബാക്ക് സൈഡിലും എന്ത് സപ്ലൈ കൊടുക്കും? ആര് കൊടുക്കും? റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറി കൊടുക്കൂലേ? കൊടുക്കും. അതുപോലെ നോക്കാം എസ് എ നോഡ് ആൻഡ് എ വി നോഡ്. നമുക്കറിയാം റൈറ്റ് ഏട്രിയത്തിന് ആരാ സപ്ലൈ കൊടുക്കുന്നത്? റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറിയാണ്. അപ്പോൾ എസ് എ നോഡിനും എ വി നോഡിനും ആരായിരിക്കും കൊടുക്കുന്നത്? കൃത്യമായിട്ടും ആ സൈഡിൽ ഇരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ആരാണ്? റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറി അല്ലേ? അയാളായിരിക്കും കൊടുക്കുന്നത് അല്ലേ? നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതായിരുന്നു പ്രശ്നം അല്ലേ? ഹോസ്പിറ്റലിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചോളം എന്താണ്? കണ്ടക്ഷൻ സിസ്റ്റം ആണ് ഫെയിലിയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ആർട്ടറിയിലായിരിക്കും ബ്ലോക്ക് എന്നാണ് ചോദ്യം. അപ്പൊ ആർക്കായിരുന്നു അതിന്റെ ആൻസർ? എന്താണ്? റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറിയിലായിരിക്കും ബ്ലോക്ക്. കാര്യം എന്താ? ഉത്തരം എവിടെ കിടക്കുന്നു? എസ് എ നോഡിനും എ വി നോഡിനും സപ്ലൈ ചെയ്യുന്നത് ആരാണ്? റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറിയാണ്. സംശയമില്ലല്ലോ ആ കാര്യത്തില്? സംശയമില്ല. ഓക്കെ, അപ്പൊ നോക്ക്, കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിളിനും ആരാണ് സപ്ലൈ കൊടുക്കുന്നത്? റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറിയാണ് സപ്ലൈ കൊടുക്കുന്നത്. ഇനി നോക്കാം, ദ പോസ്റ്റീരിയർ വാൾ ഓഫ് ദ ഹാർട്ട് അല്ലേ? ഹാർട്ടിന്റെ പോസ്റ്റീരിയർ വാൾ ആൾസോ റിസീവ്സ് ഇറ്റ്സ് ബ്ലഡ് സപ്ലൈ ബൈ ആൻ അഡീഷണൽ ബ്രാഞ്ച് ഫ്രം ദ റൈറ്റ് കൊറോണറി ആർട്ടറി കാൾഡ് ദ പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു നിങ്ങൾ വേർതിരിവൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഹാർട്ടിന്റെ പോസ്റ്റീരിയർ വാളിന് കൊടുക്കുന്ന അല്ലെ സപ്ലൈ കൊടുക്കുന്ന റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ഒരു ചെറിയൊരു വേർതിരിവാണ് എന്ത്? പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. അത് ആ ബാക്കിൽ നമുക്ക് കാണാം അല്ലേ? അതുവഴി ഇങ്ങനെ പോകുന്ന നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ കൃത്യമായി ഒന്നുകൂടെ മനസ്സിലാക്കാം. എന്താണ് റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന സാധനമാണ് അല്ലേ? അത് എങ്ങോട്ട്? വിച്ച് പ്രോഗ്രസ് അറൌണ്ട് ദ ബോട്ടം ടു ദ ഇൻഫീരിയർ വാൾ ഓഫ് ദ ഹാർട്ട് അല്ലേ? ഇൻഫീരിയർ വാൾ ഓഫ് ദ ഹാർട്ട് വരെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എന്ത് സപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ? റൈറ്റ് ഏട്രിയം കവർ ആവും, റൈറ്റ് വെൻട്രിക്കിൾ കവർ ആവും അല്ലേ? പടത്തിൽ കാണാമല്ലോ അല്ലേ? ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ കവർ ആവും, ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഇൻഫീരിയർ പോർഷൻ ബാക്കുള്ള പോർഷൻ കവർ ആവും. അതുപോലെ അങ്ങനെ വരും പോസ്റ്റീരിയർ സെപ്റ്റൽ വാൾ കവർ ആവും. പിന്നെ എസ് എ നോഡും എ വി നോഡും കവർ ആവും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേടാ? അപ്പോൾ റൈറ്റ് മെയിൻ കൊറോണറി ആർട്ടറി നിങ്ങൾക്ക് പക്കയാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി നോക്കാം. ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം രണ്ട് ബ്രാഞ്ചസ് ആണുള്ളത് അല്ലേ? പ്രധാനമായിട്ടും രണ്ട് ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്നെന്താണ് LAD, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയും, രണ്ടെന്താണ്? സർക്കംഫ്ലക്സ് ആർട്ടറിയും. അങ്ങനെ രണ്ട് ആർട്ടറിയാണ് നമ്മുടെ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറിക്കകത്തുള്ളത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി എന്ന് കൃത്യമായിട്ട് ആരെയാ പറയുന്നേടാ? ഞാൻ നോക്കാം, ദ ആർട്ടറി ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ ഫസ്റ്റ് മേജർ ബ്രാഞ്ച് ഈസ് കാൾഡ് ദ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി അല്ലേ? ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ബൈഫർക്കേഷൻ സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടും രണ്ട് ബൈഫർക്കേഷൻസ് ആണ് നമുക്ക് അതിനകത്തുള്ളത് അല്ലേ? നോക്കാം, ഏതൊക്കെയാണ് വരുന്നത്? ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയും അതുപോലെ എന്താണ്? സർക്കംഫ്ലക്സ് ആർട്ടറിയും. അപ്പോൾ നോക്കാം, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ഇതിൽ കാണാൻ നിങ്ങൾക്ക് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. നമ്മൾ ഈ കാണുന്നത് ഹാർട്ടിന്റെ ആന്റീരിയർ വാൾ ആണ് നമുക്കറിയാം. അപ്പോൾ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആ പേര് തന്നെ ഉണ്ടല്ലേ? LAD, ആന്റീരിയർ ഡിസെൻഡിങ് താഴോട്ട് വരുന്ന ആർട്ടറിയാണ് നമ്മൾ LAD, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? വിച്ച് കോഴ്സസ് ഡൗൺ ദ ആന്റീരിയർ വാൾ ഓഫ് ദ ഹാർട്ട്. പിന്നെ ഇതാ സർക്കംഫ്ലക്സ്, ആ പേര് തന്നെയുണ്ട് സർക്കംഫ്ലക്സ് അല്ലേ? കറങ്ങി വരുന്നത് അല്ലേ? വിച്ച് എൻസർക്കിൾസ് അറൌണ്ട് ദ ലാറ്ററൽ ലെഫ്റ്റ് വാൾ ഓഫ് ദ ഹാർട്ട്. കണ്ടില്ലേ എങ്ങനെയാണ്? ലാറ്ററൽ ലെഫ്റ്റ് വാൾ ഓഫ് ദ ഹാർട്ടിലേക്ക് എൻസർക്കിൾ ചെയ്ത് കാണപ്പെടുന്ന സംഗതിയാണ് എന്ത്? ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറിയുടെ സർക്കംഫ്ലക്സ് ആർട്ടറി എന്ന് പറയുന്ന ബൈഫർക്കേഷൻ. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേടാ? അപ്പോൾ ഈ LADയുടെയും സർക്കംഫ്ലക്സ് ആർട്ടറിയുടെയും സപ്ലൈസ് നമുക്ക് നോക്കാം. LAD നോക്കാം, ആന്റീരിയർ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. നമുക്ക് കണ്ട കൃത്യമായിട്ട് അറിയാം, ദാ ഈ ഭാഗത്തല്ലേ? ഈ ഭാഗത്ത് ഈ അപ്പെക്സ് എല്ലാം ഫോം ചെയ്യുന്ന ആരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ആ ഭാഗത്ത് കൃത്യമായിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട് ആര്? LAD നമുക്കറിയാം അല്ലേ? അപ്പോൾ എന്താണ്? ആന്റീരിയർ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ആരും സപ്ലൈ ചെയ്യുന്നുണ്ട്? ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയും സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? പ്രധാനമായിട്ടുള്ള മെയിൻ സപ്ലൈ ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ആന്റീരിയർ വെൻട്രിക്കുലർ സെപ്റ്റം, ആന്റീരിയർ
വെൻട്രിക്കുലർ സെപ്റ്റം. പോസ്റ്റീരിയർ വെൻട്രിക്കുലർ സെപ്റ്റത്തിന് ആരാ സപ്ലൈ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഇതെന്താണ്? ആന്റീരിയർ വെൻട്രിക്കുലർ സെപ്റ്റം. ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് വെൻട്രിക്കിൾസിന് ഇടയിലിരിക്കുന്ന സാധനമാണ് അല്ലേ? അപ്പോൾ ആന്റീരിയർ വെൻട്രിക്കുലർ സെപ്റ്റത്തിനും ആരാണ് സപ്ലൈ ചെയ്യുന്നത്? LED ആണ് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ അപ്പെക്സ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. കണ്ടോ, നമുക്ക് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ അപ്പെക്സ് വരെ LED വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ അപ്പെക്സ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിളിന് സപ്ലൈ ചെയ്യുന്ന ആരാണ്? LED ആണ്. അതുപോലെ LADക്ക് മറ്റൊരു പേരും കണ്ട് വിഡോ മേക്കിംഗ് ആർട്ടറി എന്നൊരു പേരും കണ്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജെൻസിനാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിന്റെ പ്രശ്നം വരുന്നത് അല്ലേ? ഹാർട്ട് അറ്റാക്കിന്റെ പ്രശ്നം വരുന്നത് ജെൻസിനാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്കറിയാം നമ്മുടെ ഈ പറഞ്ഞ ലെഫ്റ്റ് വെൻട്രിക്കിൾ സപ്ലൈ ഈ പറഞ്ഞ 3 ആർട്ടറി ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഓരോ ഭാഗവും സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് നമുക്ക് LED അല്ലേ, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ബ്ലോക്കാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഹാർട്ട് അറ്റാക്ക് വന്ന് കൂടുതലായും ഭർത്താക്കന്മാർ അല്ലേ, ആരാണ്? ആണുങ്ങളല്ലേ, ജെൻസിനല്ലേ കൂടുതൽ ബാധിക്കുന്നത്. കൂടുതലല്ല, ലേഡീസിനും ഉണ്ട് അറ്റാക്ക്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അത് ആണുങ്ങളുടെ ഒരു കുത്തകയാണല്ലേ. അപ്പോൾ ആണുങ്ങൾ മരിച്ചു പോകുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ വിധേയാവത്തില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ LED നമ്മളെന്ന് വിളിക്കുന്നുണ്ട് വിഡോ മേക്കിംഗ് ആർട്ടറി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ MI അല്ലേ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ നമുക്ക് ആന്റീരിയർ വാൾ ആണ് നമ്മുടെ കേസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഏതാണ്? LADയിലായിരിക്കും ബ്ലോക്ക് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിത് ഓരോ ആർട്ടറിയിലും വരുന്ന ബ്ലോക്കുകൾ കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്ന അങ്ങനെയാണല്ലേ, കൃത്യമായിട്ട് പറഞ്ഞാൽ ചോദ്യം വന്ന അങ്ങനെയാണ്. ഓരോ ആർട്ടറിയുള്ള ബ്ലോക്കുകൾ ഏതൊക്കെ വാളിനെയാണ് ബാധിക്കുന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ LADക്ക് മറ്റൊരു പേരുണ്ട് വിഡോ മേക്കിംഗ് ആർട്ടറി എന്നൊരു പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഒന്നും നോക്കാം, ദ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അല്ലേ. അപ്പോൾ മെയിൻ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് എവിടെയാണ്? അതിന്റെ പോയിന്റ് ഓഫ് ഒറിജിൻ തൊട്ട് ഫസ്റ്റ് ബൈഫർക്കേഷൻ വരെയുള്ള സ്ഥലത്തിന് നമ്മൾ എന്ന് വിളിക്കുക ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി എന്ന് വിളിക്കുക. അതുപോലെ ആ ബൈഫർക്കേഷൻ രണ്ടായിട്ട് തിരിയും. എന്തൊക്കെയായിട്ട്? ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി LADയുമായിട്ടും അതുപോലെ സർക്കംഫ്ലെക്സ് ആർട്ടറി ആയിട്ടും തിരിയും. അപ്പോൾ LADയുടെ സപ്ലൈ ആരൊക്കെയാണ്? പ്രധാനമായിട്ടും ആന്റീരിയർ വാൾ ഓഫ് ദ വെൻട്രിക്കിൾ. ഈ ചിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആന്റീരിയർ വാൾ ഓഫ് ദ വെൻട്രിക്കിൾ, അതുപോലെ ആന്റീരിയർ വെൻട്രിക്കുലർ സെപ്റ്റം, അതുപോലെ അപ്പെക്സ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. വെൻട്രിക്കുലർ ബ്ലഡ് സപ്ലൈയുടെ പ്രധാനമായിട്ടുള്ള സ്ട്രക്ചറാണ് എന്ത്? LAD എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ LADയിൽ കോമൺ ആയിട്ട് വരുന്ന ബ്ലോക്കുകൾ പലപ്പോഴും നമുക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷനും അതുപോലെ എന്താണ് ഹാർട്ട് അറ്റാക്കുകൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആണുങ്ങളുടെ ഒരു കുത്തകയായതുകൊണ്ട് തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന മരിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ള ഒരു ആർട്ടറി ആയിട്ട് LAD പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിഡോ മേക്കിംഗ് ആർട്ടറി എന്നൊരു പേര് കൂടെ വിളിപ്പേര് കൂടി ആർക്കുണ്ട്? LADക്കുണ്ടാവും. ഓക്കെ അല്ലേ? ഇനി നോക്കാം സർക്കംഫ്ലെക്സ് ആർട്ടറി അല്ലേ. സർക്കംഫ്ലെക്സ് ആർട്ടറി നോക്കാം. സർക്കംഫ്ലെക്സ് ആർട്ടറി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഫ്രണ്ടിൽ ആന്റീരിയർ പോർഷനിൽ കാണാൻ പറ്റത്തുള്ളൂ. ഇത് അങ്ങോട്ട് ബാക്കിലോട്ടാണ് വരുന്നത് അല്ലേ. നോക്കാം. അപ്പോൾ ആർക്കൊക്കെ സപ്ലൈ ചെയ്തത്? ബ്ലഡ് ടു ദ ലെഫ്റ്റ് ഏട്രിയം അല്ലെ. ലെഫ്റ്റ് ഏട്രിയത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിന് ഇവിടെ കാണുന്ന ലെഫ്റ്റ് ഏട്രിയത്തിന് ആര് സപ്ലൈ ചെയ്യുന്നുണ്ട്? സർക്കംഫ്ലെക്സ് ആർട്ടറി സപ്ലൈ ചെയ്യുന്നുണ്ട്. സർക്കംഫ്ലെക്സ് ഇങ്ങനെ കറങ്ങി വരുന്ന സാധനം അല്ലേ, കണ്ടില്ലേ? അത് ഇവിടെ ഇങ്ങനെ കറങ്ങി വരുന്നില്ലേ? യെസ്. അങ്ങനെ എന്തിന്? ലെഫ്റ്റ് ഏട്രിയത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ സപ്ലൈ ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവ് ആരാണ്? ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറിയുടെ ബൈഫർക്കേഷൻ ആയിട്ടുള്ള സർക്കംഫ്ലെക്സ് ആർട്ടറിയാണ് അല്ലെ. ലാറ്ററൽ സർഫസ് എന്ന് പറയുമ്പോൾ ഈ സൈഡ് അല്ലേ. പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഈ അകത്തേക്ക് ഇങ്ങനെ ഒരു ഡോട്ട് കാണിച്ചിരിക്കുന്നില്ലേ? യെസ്. പോസ്റ്റീരിയർ ബാക്കിലുള്ളതായതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡോട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? ലെഫ്റ്റ് ഏട്രിയത്തിന് സപ്ലൈ ചെയ്യുന്ന ആരാണ്? ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറിയുടെ ബൈഫർക്കേഷൻ ആയിട്ടുള്ള സർക്കംഫ്ലെക്സ് ആർട്ടറിയാണ്. അതുപോലെ ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിളിനും ആര് സപ്ലൈ ചെയ്യുന്നുണ്ട്? ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറിയുടെ ബൈഫർക്കേഷൻ ആയിട്ടുള്ള സർക്കംഫ്ലെക്സ് ആർട്ടറി സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെൻട്രിക്കിളിന് ആരൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്? സർക്കംഫ്ലെക്സ് ആർട്ടറി സപ്ലൈ ചെയ്യുന്നുണ്ട്, LAD സപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ റൈറ്റ് കൊറോണറി ആർട്ടറിയും ആർക്ക്? നമ്മുടെ വെൻട്രിക്കിളിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെൻട്രിക്കിളിന്റെ ആന്റീരിയർ പോർഷനും അതുപോലെ വെൻട്രിക്കിളിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ അപ്പെക്സിനും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആരാണ്? LAD ആണ് അല്ലേ. അതുപോലെ ലാറ്ററൽ പോർഷനും അതുപോലെ എന്താണ് പോസ്റ്റീരിയർ സർഫസ് ഓഫ് വെൻട്രിക്കിൾ സപ്ലൈ ചെയ്യുന്ന ആരാണ്? സർക്കംഫ്ലെക്സ് ആർട്ടറി ആണ് അല്ലേ. അതുപോലെ ഇൻഫീരിയർ ബോർഡറിലെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻഫീരിയർ ബോർഡറിന് സപ്ലൈ ചെയ്യുന്ന ആരാണ്? ഈ ഒരു ബ്രാഞ്ചാണ് ഇൻഫീരിയർ ബോർഡറിന് സപ്ലൈ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിള്. കൃത്യല്ലേ പറഞ്ഞതാ? യെസ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് കൊറോണറി വെയിൻസ് നോക്കാം. കൊറോണറി വെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആർട്ടറിയോട് ചേർന്ന് തന്നെയാണ് ഈ വെയിൻസ് കാണപ്പെടുന്നത് കേട്ടോ. ആർട്ടറി എങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് തിരിച്ച് എന്താണ് ആർട്ടീരിയോൾസ് ആയി, പിന്നെ കാപ്പിലറീസ് ആയി, അവിടെ നിന്ന് തന്നെ തിരിച്ച് തൊട്ട് അതിൻ്റെ മുകളിലുള്ള സ്ട്രക്ചർ കൂടെ തന്നെ സംഭവം തിരിച്ചു വരുന്ന രീതിയിലാണ് കൊറോണറി വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ പോലെ അല്ല, നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ പോലെ അല്ല. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെയിൻസ് ഏറ്റവും പുറത്ത് ഇങ്ങനെ കാണാൻ പറ്റും, തെളിഞ്ഞ് കാണാൻ പറ്റും അല്ലേ. ഇതങ്ങനെയല്ല, അതിൽ ചേർന്ന്
എന്നാണ് കാണപ്പെടുന്നത് അല്ലെ. സൂപ്പർഫിഷ്യൽ ടു ദ കൊറോണറി ആർട്ടറീസ് ആർ ദ കൊറോണറി വെയിൻസ്. അതായത് കൊറോണറി ആർട്ടറി ജസ്റ്റ് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണപ്പെടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൊറോണറി വെയിൻസ് കാണപ്പെടും അല്ലെ. വീനസ് ബ്ലഡ് ഫ്രം ദ വെയിൻസ് റിട്ടേൺ ടു ദ ഹാർട്ട് പ്രൈമർലി ത്രൂ ദ കൊറോണറി സൈനസ്. നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്, റൈറ്റ് ഏട്രിയത്തിൽ രണ്ട് സ്ഥലത്താണ് പ്രധാനമായിട്ടും എന്താ വീനസ് ബ്ലഡ് വരുന്നത്. എവിടേക്കാണ്? ഇൻഫീരിയർ വീന കാവയും സുപ്പീരിയർ വീന കാവയും അല്ലെ. അത് കൂടാതെ കൊറോണറി സൈനസ് വഴിയും എന്താ വീനസ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ആകുന്നുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ പറഞ്ഞതാ? ഓക്കെ. അതുപോലെ ഈ പറഞ്ഞ സൈനസ്, കൊറോണറി സൈനസ് എവിടെയാണ്? വിച്ച് ഈസ് ലൊക്കേറ്റഡ് പോസ്റ്റീരിയർലി ഇൻ ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിന്റെ ബേക്ക് ഭാഗത്ത്, പോസ്റ്റീരിയർ ഭാഗത്താണ് എന്താ നമ്മുടെ ഈ കൊറോണറി സൈനസ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊറോണറി വെയിൻസ്. ഇനി നമുക്ക് MCQs നോക്കാം. അപ്പൊ എല്ലാവരും വളരെയധികം ഊർജ്ജത്തോടെ എനർജറ്റിക് ആയിട്ട് കൃത്യമായിട്ട് MCQs ആൻസർ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. Find out the statement or statements that are true about coronary arteries. കൊറോണറി ആർട്ടറീസിനെ പറ്റി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്ന് ചോദിച്ചിരിക്കുന്നു. നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് പഠിക്കാൻ പോവുകയാണ് അല്ലേ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. കൊറോണറി ആർട്ടറീസ് ഒറിജിനേറ്റ് ഫ്രം ദ പൾമണറി ആർട്ടറി. കൊറോണറി ആർട്ടറീസ് ഒറിജിനേറ്റ് ഫ്രം ദ പൾമണറി ആർട്ടറി എന്നത് തെറ്റാണ് അല്ലേ. കാരണം എന്താ? ഇത് അയോർട്ടയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് തെറ്റായ പ്രസ്താവനയല്ലേ? അത് ശരിയല്ലല്ലോ. അപ്പോൾ ശരിയായവ ഏതെന്നല്ലേ ചോദിച്ചത്? തെറ്റായത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ വെട്ടിക്കളയാം? A വരത്തില്ല ഒരിക്കലും, C വരത്തില്ല ഒരിക്കലും. ഇനി നോക്കാം B. കൊറോണറി ആർട്ടറീസ് ആർ ദ ഫസ്റ്റ് ബ്രാഞ്ചസ് ഓഫ് ദ അയോർട്ട എന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവനയാണ്. ആയതുകൊണ്ട് തന്നെ രണ്ടുള്ള എല്ലാ ഓപ്ഷനും എടുക്കണ്ടേ? അല്ലെങ്കിൽ രണ്ടുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബിയിലും രണ്ടുണ്ട്, ഡിയിലും രണ്ട്. അതുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല. കൊറോണറി ആർട്ടറീസ് എൻസർക്കിൾ ദ ബേസ് ഓഫ് ദ വെൻട്രിക്കിൾസ് ലൈക്ക് എ ക്രൗൺ. ശരിയായ പ്രസ്താവനയല്ലേ? മൂന്നുള്ളത് എടുക്കണ്ടേ? അപ്പൊ ബിയിലും 3 ഉണ്ട്, ഡിയിലും 3 ഇല്ല. അപ്പൊ ഇത് കളയാം, ഇതായിരിക്കും ഉത്തരം. അപ്പൊ 4ഉം ശരിയാകണ്ടേ? ശരിയാകണം. ദ ഹാർട്ട് എക്സ്ട്രാക്ട് 70 to 80% ഓഫ് ദ ഓക്സിജൻ ഡെലിവേർഡ് ബൈ ദ കൊറോണറി ആർട്ടറീസ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഉത്തരം ബി. അതായത് നമ്മൾ 3 പ്രസ്താവന എത്തിയപ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി അല്ലെ. ഇനി നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് കൊറോണറി ആർട്ടറി പെർഫ്യൂഷൻ. കൊറോണറി ആർട്ടറി പെർഫ്യൂഷൻ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ എന്ന് ചോദിച്ചിരിക്കുന്നു. തെറ്റായ പ്രസ്താവനകൾ. കൊറോണറി ആർട്ടറീസ് ആർ ദ പെർഫ്യൂസ് ഡ്യൂറിംഗ് സിസ്റ്റോൾ അല്ലെ. സിസ്റ്റോളിന്റെ സമയത്തല്ല കൊറോണറി ആർട്ടറീസ് എന്ത് ചെയ്യുന്നത്? പെർഫ്യൂസ് ചെയ്യപ്പെടുന്നത്. തെറ്റായ പ്രസ്താവന തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെറ്റ് ഏതൊക്കെയെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഒന്നുള്ളതെല്ലാം എടുക്കാം. എയിലും 1 തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു, സിയിലും 1 തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു, ബിയിലോ ഡിയിലോ 1 തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ബിയും ഡിയും നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം. കൊറോണറി ആർട്ടറി പെർഫ്യൂഷൻ ഈസ് അഫക്റ്റഡ് ബൈ ദ ഹാർട്ട് റേറ്റ്. യെസ്, കൊറോണറി ആർട്ടറി പെർഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ട് റേറ്റ് കൂടിയാൽ പെർഫ്യൂഷൻ റേറ്റ് കുറയും അല്ലേ. കാരണം എന്താ? ഡയസ്റ്റോളിന്റെ ലെങ്ത് കുറയും അല്ലേ. അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്. 2 തെറ്റാണെന്ന് ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അവന്റെ മണ്ടയ്ക്ക് നമ്മൾ നിർബന്ധമായും അടിച്ചിരിക്കണം. നമ്മൾ അടിച്ചു സിയുടെ മണ്ടയ്ക്ക്. ഇനി നമുക്ക് എന്താ ഉള്ളത്? എ മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും എ ആയിരിക്കും ഉത്തരം അല്ലേ. ഇനി നമുക്ക് 2 പ്രസ്താവനയിൽ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയില്ലേ. ഇനി ബാക്കിയുള്ളത് എയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? 3 തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? 4 ശരിയുമാകണം അല്ലേ. നോക്കാം, നമുക്ക് വെറുതെ ഫോർ സ്റ്റഡി പർപ്പസ് നോക്കാം. An increase in heart rate shortens diastole and reduces myocardial perfusion. Increase in heart rate എന്ത് ചെയ്യുന്നുണ്ട്? ഡയസ്റ്റോൾ ഷോർട്ടൻ ചെയ്യുന്നുണ്ട്. ഹാർട്ട് റേറ്റ് വർദ്ധിച്ച് ഡയസ്റ്റോൾ ഷോർട്ടൻ ആവുകയും പെർഫ്യൂഷൻ കുറയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയായ പ്രസ്താവന തന്നെയാണ് അല്ലേ. അത് ശരിയാണ്. അപ്പൊ 4 തെറ്റാണെന്ന് നോക്കിയാൽ ആദ്യം നമുക്ക്. കൊറോണറി ആർട്ടറി പെർഫ്യൂഷൻ ഇൻക്രീസ് ഡ്യൂറിംഗ് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ. തെറ്റാണ്. വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ സമയത്ത് കൊറോണറി ആർട്ടറി പെർഫ്യൂഷൻ ഉണ്ടാവത്തില്ല. അപ്പൊ ഇത് തെറ്റാണ്. അപ്പോൾ എ തന്നെയാണ് നമ്മുടെ ഉത്തരം. നമുക്ക് ഡബിൾ ഉറപ്പായി അല്ലേ. ഡബിൾ ഉറപ്പായി. അപ്പൊ എന്താണ് ഉത്തരം? എ. അപ്പൊ അടുത്ത നോക്കാം. Find out the statement or statements that are not true about the left coronary artery. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. നമുക്ക് മാറിപ്പോകാതിരിക്കാൻ നമ്മൾ ആദ്യം ഒരു വട്ടം ഇട്ടു. നമ്മൾ തെറ്റല്ലേ നോട്ട് ചെയ്യാൻ പോകുന്നേ? ആണ്. ദ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഒറിജിനേറ്റ്സ് ഫ്രം ദ അയോട്ടിക് സൈനസ്. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഒറിജിനേറ്റ്സ് ഫ്രം ദ അയോട്ടിക് സൈനസ്. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. അയോട്ടിക് സൈനസ് തന്നെയാണ് ലെഫ്റ്റും റൈറ്റും കൊറോണറി ആർട്ടറീസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ശരിയായ പ്രസ്താവനയാണ്. തെറ്റായത് ചോദിച്ചുകൊണ്ട് തന്നെ ഈ 1 എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണെന്ന് ഏതെങ്കിലും ഓപ്ഷൻ പറഞ്ഞാൽ അവന്റെ എല്ലാം മണ്ടയ്ക്ക് നമ്മൾ അപ്പോഴേ അടിച്ചേക്കണം അല്ലെ. അടിച്ചു. അപ്പോൾ ബാക്കി ഇനി ബിയും ബി ആണോ സി ആണോ ഡി ആണോ മാത്രം നോക്കിയാൽ മതി. ദ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി ബൈഫർക്കേറ്റ്സ് ഇൻടു LAD ആൻഡ് സർക്കംഫ്ലക്സ് ആർട്ടറീസ്. ശരിയായ പ്രസ്താവനയാണല്ലേ. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതും തെറ്റാണെന്ന് പറഞ്ഞാൽ അവനെയും നമ്മൾ സ്ട്രൈക്ക് ചെയ്യണം. ഇതും ബിയും നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ബിയിൽ 2 തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ LAD സപ്ലൈസ് ദ പോസ്റ്റീരിയർ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം LAD ആന്റീരിയർ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് സപ്ലൈ കൊടുക്കുന്നത്. തെറ്റല്ലേ മക്കളെ? അത് തെറ്റാണ്. അപ്പോൾ ഇത് രണ്ടും പോയി. അപ്പോൾ ഇനി എന്താണ്?
മൂന്നാമത്തെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 3 ഉള്ളത് മാത്രം എടുത്താൽ മതി. ഇത് നമ്മൾ വെട്ടി കളഞ്ഞില്ലേ? കളഞ്ഞു. അപ്പോൾ അടുത്ത എന്താണ്? ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇത് രണ്ടിലും 3 ഉള്ളത് കൊണ്ട് അത് വിഷയമുള്ള കാര്യമല്ല. ഇനി നോക്കാം. ദ LED സപ്ലൈസ് ദ ആന്റീരിയർ വെൻട്രിക്കുലർ സെപ്റ്റം എന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രസ്താവന തന്നെയാണ്. 4 ശരിയാണ്. 4 ശരിയാണെന്ന് 4 തെറ്റാണെന്ന് പറഞ്ഞാൽ അവൻ്റെ മണ്ടയ്ക്ക് നമ്മൾ അടിക്കും. ഉത്തരം ഏതായിരിക്കും? നമുക്ക് സി ആണ്. 3 ഉള്ളി അല്ലേ? 3 മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. അടുത്ത ദിവസം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ അബൌട്ട് ദ റൈറ്റ് കൊറോണറി ആർട്ടറി. റൈറ്റ് കൊറോണറി ആർട്ടറിയായിട്ട് ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവനയിൽ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഇറ്റ് സപ്ലൈസ് ദ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവന തന്നെയാണ്. നോക്കാം. ഒന്നുള്ളത് ഏതൊക്കെ? ഒന്നില്ലാത്തതെല്ലാം കളയണ്ടേ? ബി നമ്മൾ കളഞ്ഞു. അടുത്ത് നോക്കാം. ഇറ്റ് സപ്ലൈസ് ദ ആന്റീരിയർ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ആന്റീരിയർ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആരല്ല റൈറ്റ് കൊറോണറി ആർട്ടറി അല്ല. അത് തെറ്റാണ് അല്ലേ? തെറ്റാണ്. അപ്പോൾ എന്താണ്? രണ്ട് തെറ്റായത് കൊണ്ട് തന്നെ 2 ശരിയാണെന്ന് പറയുന്ന എല്ലാ പ്രസ്താവനയും നമുക്ക് കളയാം. ഡിയും കളഞ്ഞു, സിയും കളഞ്ഞു. രണ്ടിലും 2 ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ കയ്യിൽ എ മാത്രമേ ഉള്ളൂ. ഇനി നോക്കാം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതും 1 ശരിയായി, 3 ശരിയായി അല്ലേ? 3 ശരിയാവണം, 4 ശരിയാവണം. ഇറ്റ് സപ്ലൈസ് ദ എസ് എ ആൻഡ് എ വി നോട്ട്. ശരിയായ പ്രസ്താവനയാണ് അല്ലേ? ഇറ്റ് ഗീവ്സ് റൈസ് ദ പോസിറ്റീവ് ഡിസെൻഡിങ് ആർട്ടറി. ശരിയാണ് അല്ലേ? അപ്പോൾ അത് രണ്ടും ശരിയായ പ്രസ്താവന തന്നെയാണ്. എ ആണ് ഉത്തരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി അല്ലെങ്കിൽ LED. നോക്കാം. LED ഈസ് ആൾസോ കാൾഡ് വിഡോ മേക്കിംഗ് ആർട്ടറി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായത് ഏതൊക്കെയെന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഒന്നുള്ളതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം, ഒന്നില്ലാത്തതെല്ലാം കളയാം. സിയിൽ 2, 3, 4 മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നു. 1 ശരിയാണെന്ന് നമുക്ക് 200% ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ സി നമ്മൾ വെട്ടിക്കളയുന്നു. അടുത്ത് നോക്കാം. ഇറ്റ് സപ്ലൈസ് ദ ആന്റീരിയർ വാൾ ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ അല്ലെ? റൈറ്റ് വെൻട്രിക്കിളിന്റെ ആന്റീരിയർ വാളിന് സപ്ലൈ ചെയ്യുന്നു പറയുന്നു. അപ്പോൾ ആന്റീരിയർ വാൾ ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ ആണോ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ആന്റീരിയർ വാളിന് സപ്ലൈ ചെയ്യുന്നുണ്ട്? ശരിയാണ്. LED അല്ലേ? അപ്പോൾ 2 തെറ്റായ പ്രസ്താവനയാണ്. 2 ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ മണ്ടയ്ക്കും നമ്മൾ അടിച്ചിരിക്കണം. ഇനി നോക്കാം. ഇറ്റ് സപ്ലൈസ് ദ അപ്പെക്സ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ശരിയാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ അപ്പെക്സിന് സപ്ലൈ ചെയ്യുന്ന ആരാണ്? LED ആണ് അല്ലേ? അപ്പം 3 ഉള്ളത് മാത്രം എടുത്താൽ പോരെ. എയിൽ 3 ശരിയാണെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ബി ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? ബി ആണ് ഉത്തരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ശരിയാവണ്ടേ? ഇറ്റ് സപ്ലൈസ് ദ ആന്റീരിയർ വെൻട്രിക്കുലർ സെപ്റ്റം. യെസ്, ആന്റീരിയർ വെൻട്രിക്കുലർ സെപ്റ്റത്തിന് സപ്ലൈ ചെയ്യുന്ന ആരാണ്? LED ആണ്. നമുക്ക് സംശയമൊന്നുമില്ല. ഇനി നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ സർക്കംഫ്ലെക്സ് ആർട്ടറി. സർക്കംഫ്ലെക്സ് ആർട്ടറിയെ ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നു. നോട്ടിൽ നമ്മൾ വട്ടം ഇട്ടു, കാരണം തെറ്റാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് സപ്ലൈസ് ദ ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് ഏട്രിയത്തിനെ സപ്ലൈ ചെയ്യുന്നുള്ള സർക്കംഫ്ലെക്സ് ആർട്ടറി ചെയ്യുന്നുണ്ട് അല്ലേ? അത് ശരിയായ പ്രസ്താവനയല്ലേ? ആണ്. 1 തെറ്റാണെന്ന് പറഞ്ഞാൽ മണ്ടയ്ക്ക് അടിക്കണ്ടേ? അടിച്ചു. ബിക്കും ഡിക്കും നമ്മൾ അടി കൊടുത്തു. അടുത്ത് നോക്കാം. ഇറ്റ് സപ്ലൈസ് ദ ലാറ്ററൽ വാൾ ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിന്റെ ലാറ്ററൽ വാളിന് ആര് സർക്കംഫ്ലെക്സ് ആർട്ടറി സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, നേരെ ഓപ്പോസിറ്റ് ആണല്ലേ? അത് തെറ്റായ പ്രസ്താവന തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2 തെറ്റാണെന്ന് എല്ലാം പറയണ്ടേ? എയിലും 2 തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു, സിയിലും 2 തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് പഠിച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് ഒന്നിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇറ്റ് സപ്ലൈസ് ദ പോസ്റ്റീരിയർ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. പോസ്റ്റീരിയർ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിളിന് സർക്കംഫ്ലെക്സ് ആർട്ടറി സപ്ലൈ കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. അത് ശരിയായ പ്രസ്താവന തന്നെയാണ്. 3 തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ മണ്ടയ്ക്ക് അടിക്കാം. ഉത്തരം എ ആയിരിക്കും അല്ലേ? എ ആണ്. സിമ്പിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 2 തെറ്റാവണം, 4 തെറ്റാവണം. അപ്പൊ 4 തെറ്റാണെന്ന് നോക്കണ്ടേ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് റൈറ്റ് കൊറോണറി ആർട്ടറി. റൈറ്റ് കൊറോണറി ആർട്ടറി ബ്രാഞ്ച് ആണോ? അല്ല, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ബ്രാഞ്ച് ആണ്. എന്താ സർക്കംഫ്ലെക്സ് ആർട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലേ? ശരിയാണ്. അപ്പോൾ എന്താണ്? ഈ 4 തെറ്റാണ്. 2, 4 തെറ്റ്. എ ആണ് ഉത്തരം. അടുത്ത നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് കൊറോണറി സൈനസ്. കൊറോണറി സൈനസുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന. ദ കൊറോണറി സൈനസ് കളക്ട്സ് വീനസ് ബ്ലഡ് ഫ്രം ദ കൊറോണറി വെയിൻസ്. കൊറോണറി സൈനസ് വീനസ് ബ്ലഡ്, കൊറോണറി വെയിൻസ് എന്നുള്ള വീനസ് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. ശരിയാണ് അല്ലേ? ശരിയല്ലേ വെച്ചിരിക്കുന്നത്? അപ്പോൾ കൊറോണറി സൈനസ് വഴിയാണ് നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള വീനസ് ബ്ലഡ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യുന്നു. ശരിയായ പ്രസ്താവന. 1 ശരിയാണെന്ന് പറഞ്ഞത് എല്ലാം സെലക്ട് ചെയ്യാം. ബി നമുക്ക് കളയാം. അതിൽ 1 ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ആന്റീരിയർ സർഫസ് ഓഫ് ദ റൈറ്റ് ഏട്രിയം. തെറ്റ്. പോസ്റ്റീരിയർ സർഫസിലാണ് അത് കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ തെറ്റായ പ്രസ്താവന. 2 ശരിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ എല്ലാം നമുക്ക് കളയാം. ഇതിൽ 2 ശരിയെന്ന് പറഞ്ഞിരിക്കുന്നു. ട്രൂ അല്ലേ വെച്ചേക്കണം? യെസ്, 2 ശരിയെന്ന് പറഞ്ഞു. ബി ഡി നമ്മൾ കളഞ്ഞു. ഇറ്റ് എംഡീസ് വീനസ് ബ്ലഡ് ഇൻ ദ ലെഫ്റ്റ് ഏട്രിയം. തെറ്റ്. വീനസ് ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിലാണ് കൊടുക്കുന്നത്. 3 ശരിയെന്ന് പറഞ്ഞാൽ അവൻ്റെയും മണ്ടയ്ക്ക് നമ്മൾ അടിക്കുക. അപ്പോൾ എ ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ശരിയാവണ്ടേ? ശരിയാവണം. കാരണം 1ഉം 4ഉം മാത്രമാണ് ശരിയെന്നാണ് എ പറഞ്ഞിരിക്കുന്നത്. ദ കൊറോണറി വെയിൻസ് ആർ സൂപ്പർഫിഷ്യൽ ടു ദ കൊറോണറി ആർട്ടറീസ്. ശരിയാണ് അല്ലേ? കൊറോണറി ആർട്ടറീസിന് ജസ്റ്റ് സൂപ്പർഫിഷ്യലാണ് കൊറോണറി വെയിൻസ് കാണപ്പെടുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അല്ലേ? കണ്ടോ? അതിന്റെ കറക്റ്റ് അതിന്റെ മോളിൽ സൂപ്പർഫിഷ്യൽ കാണപ്പെടുന്നില്ലേ? യെസ്. ഓക്കെ.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നു. പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് റൈറ്റ് കൊറോണറി ആർട്ടറി. ശരിയാണ് അല്ലേ, ശരിയായ പ്രസ്താവനയാണ്. റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ തെറ്റായത് തന്നെ മാറിപ്പോയിരിക്കും, വട്ടം ഇട്ടോ. അപ്പോൾ ഇത് ശരിയായത് കൊണ്ട് ഒന്ന് തെറ്റാണെന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മൾ വെട്ടിക്കളയണം. ഇനി ബിയും സിയും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇറ്റ് സപ്ലൈസ് ദ പോസ്റ്റീരിയർ വാൾ ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിന്റെ പോസ്റ്റീരിയർ വാളിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതും ശരിയല്ലേ, അതും ശരിയാണ്. അപ്പോൾ ദാ ഇത് നമ്മൾ വെട്ടിക്കളഞ്ഞു. 4 മാത്രമായിരിക്കും ഇതിൽ തെറ്റായിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ 4 തെറ്റാണെന്ന് നോക്കണം, 3 ശരിയാണെന്ന് നോക്കണ്ടേ. ഇറ്റ് സപ്ലൈസ് ദ പോസ്റ്റീരിയർ സെപ്റ്റൽ വാൾ. ശരിയാണ്, പോസ്റ്റീരിയർ സെപ്റ്റൽ, അത് ശരിയാണ്, ഇത് തെറ്റാണ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് LAD. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ 4 മാത്രമാണ് തെറ്റ്. നമ്മുടെ ഉത്തരം സി ആയിരിക്കും. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് മയോകാർഡിയൽ പെർഫ്യൂഷൻ. മയോകാർഡിയൽ പെർഫ്യൂഷനുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന. ദ കൊറോണറി ആർട്ടറീസ് ഡെലിവർ ഓക്സിജൻ ഡ്യൂറിംഗ് സിസ്റ്റോൾ. അല്ലെ, കൊറോണറി ആർട്ടറീസ് ഡെലിവർ ഓക്സിജൻ ഡ്യൂറിംഗ് സിസ്റ്റോൾ. ശരിയല്ലേ? കൊറോണറി ആർട്ടറീസിലേക്ക് ഓക്സിജൻ കിട്ടുമ്പോൾ എപ്പോഴാണ്? സിസ്റ്റോളിന്റെ സമയത്താണോ? ഡയസ്റ്റോളിന്റെ സമയത്താണ് അല്ലേ. പെർഫ്യൂസ് അയക്കുന്നപ്പോഴാണ് ഡയസ്റ്റോളിലാണ്. അപ്പൊ എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ട്രൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഒന്ന് തെറ്റല്ലേ മക്കളെ? ഒന്ന് തെറ്റായത് കൊണ്ട് തന്നെ എയിൽ പറഞ്ഞിരിക്കുന്നു 1 ശരിയാണെന്ന്, ഡിയും പറയുന്നു 1 ശരിയാണെന്ന്, രണ്ടും നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ ബിയും സിയും മാത്രം നോക്കാം. മയോകാർഡിയൽ ഇസ്കീമിയ ഓക്കേഴ്സ് വെൻ ദ ഓക്സിജൻ സപ്ലൈ ടു ദ ഹാർട്ട് ഈസ് ഇൻസഫിഷ്യന്റ്. ശരിയാണ് അല്ലേ. ഹാർട്ടിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ഇൻസഫിഷ്യന്റ് ആവും, മയോകാർഡിയൽ ഇസ്കീമിയ ഉണ്ടാകുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. 2 ശരിയാണെന്ന് നോക്കിയാൽ ഇനി ബിയും സിയും പറയുന്നു 2 ശരിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാനത് എടുക്കുന്നില്ല, അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ കൊറോണറി ആർട്ടറി ഡിസീസ് ക്യാൻ ഇമ്പയർ മയോകാർഡിയൽ പെർഫ്യൂഷൻ. CAD എന്ന് പറയുമ്പോഴത്തേക്ക് മയോകാർഡിയൽ പെർഫ്യൂഷനെ ഇമ്പയർ ചെയ്യും. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് 3 ശരി, ഇത് 2ലും 3 ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നില്ല, അതുകൊണ്ട് ഗുണമില്ല. ഹാർട്ട് ഡസന്റ് അഫക്റ്റ് മയോകാർഡിയൽ പെർഫ്യൂഷൻ. തെറ്റാണ്, ആ തെറ്റാണ്. നമുക്കിത് കളയാം. അപ്പോൾ ബി ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. ശരിയാണ്, ബി ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത പ്രസ്താവന ചോദ്യം നോക്കാം. പ്രസ്താവന അല്ലേ, ആക്ച്വലി ചേരുംപടി ചേർക്കാനല്ലേ. മാച്ച് ദ ഫോളോയിങ് കൊറോണറി ആർട്ടറീസ് ഇൻ ദെയർ കറസ്പോണ്ടിങ് ഫംഗ്ഷൻസ്. അപ്പോൾ റൈറ്റ് കൊറോണറി ആർട്ടറി എന്ന് പറയുമ്പോഴത്തേന് സപ്ലൈസ് ദ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. അപ്പോൾ 1ന് 2 ഏതെണ്ണം നോക്കാം? 1ന് 2 ഒരേ ഒരു പ്രസ്താവന മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും. ബാക്കി ശരിയാണെന്ന് നോക്കാം. 2 ഒന്നാണെന്ന് നോക്കാം. ലെഫ്റ്റ് ആന്റി ഡിസെൻഡിങ് ആർട്ടറി LAD ഏതാണ്? സപ്ലൈസ് ആന്റീരിയർ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ശരിയാണ്. അതുപോലെ സർക്കംഫ്ലക്സ് ആർട്ടറി, ഇത് ശരിയാണ്, ഇതും ശരിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നെ കൊറോണറി സ്ട്രക്ചേഴ്സും ക്യാരക്ടേഴ്സും ആണല്ലേ. നോക്കാം. കൊറോണറി ആർട്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എൻസെക്ടസ് ദ ബേസ് ഓഫ് ദ വെൻട്രിക്കിൾസ് അല്ലേ. ശരിയാണ്. അതുപോലെ കൊറോണറി സൈനസ് വീനസ് ബ്ലഡ് കളക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. അതുപോലെ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിംഗ് എന്ന് പറയുന്നത് നോൺ ആസ് ദ വിഡോ മേക്കിംഗ് ആർട്ടറി. ശരിയാണ്. സർക്കംഫ്ലക്സ് ആർട്ടറി സപ്ലൈസ് ദ ലാറ്ററൽ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഫൈൻ. അപ്പോൾ എന്താണ്? എ ആണ് ഇവിടെയും ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് കൊറോണറി ആർട്ടറി ഏതാണ്? SA നോഡിലും AV നോഡിലും ഫംഗ്ഷൻ റൈറ്റ് കൊറോണറി ആർട്ടറി സപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിംഗ് ആർട്ടറി അപ്പെക്സ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ സപ്ലൈ ചെയ്യുന്നു അല്ലേ. അതുപോലെ എന്താണ്? പോസ്റ്റീരിയർ ഡിസെൻഡിംഗ് പോസ്റ്റീരിയർ സെപ്റ്റൽ വാളിന് സപ്ലൈ ചെയ്യുന്നു. സർക്കംഫ്ലക്സ് ലാറ്ററൽ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിളിന് സപ്ലൈ ചെയ്യുന്നു. അവിടെയും A ആണ് ഉത്തരം കേട്ടോ. അപ്പോൾ സുപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണല്ലേ നമ്മൾ കൂടുതലും ചർച്ച ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൗ മെനി വാൾസ് ആർ ദെയർ ഇൻ ദ ഹാർട്ട് ആൻഡ് ദ വാട്ട് ഈസ് ദെയർ പ്രൈമറി ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം എത്ര 4 വാൽവ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ എന്താണ്? പെർമിറ്റ് ബ്ലഡ് ഫ്ലോ ഇൻ ഓൺലി 1 ഡയറക്ഷൻ. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ഉത്തരം? ബി ആണ്, നമുക്കറിയാം. അതുപോലെ ദ AV വാൾസ് ആർ ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്. ഉത്തരം എ ആയിരിക്കും, നമുക്കറിയാം. വിച്ച് വാൾവ് സെപ്പറേറ്റ്സ് ദ റൈറ്റ് ഏട്രിയം ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് സൈഡിലുള്ളത് ബൈകസ്പിഡ് അല്ല, ട്രൈകസ്പിഡ് വാൽവാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്താണ്? ഉത്തരം ഡി ആണ്. അതുപോലെ ദ വാൾ ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് കാൾഡ്. ലെഫ്റ്റ് ഏട്രിയത്തിന് ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഇടയിൽ എന്താണ്? മൈട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവാണ് ഉള്ളത്, നമുക്കറിയാം. ഹൗ മെനി കസ്പ് ഓർ ലീവ്സ് ഡസ് ദ ട്രൈകസ്പിഡ് വാൽവ് ഹാവ്. ട്രൈകസ്പിഡ് വാൽവിന് എത്ര? 3 കസ്പുകളാണുള്ളത് അല്ലേ. അതുപോലെ വാട്ട് സ്ട്രക്ചർ ഹെൽപ്പ് മെയിൻറ്റെയിൻ ദ ക്ലോസർ ഓഫ് AV വാൾസ് ഡ്യൂറിംഗ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ. വെൻട്രിക്കുലർ കോൺട്രാക്ട് സമയത്ത് ഇത് കൃത്യമായി അടച്ചു വെക്കാൻ സഹായിക്കുന്ന മറ്റ് ഇതര സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? പാപ്പിലറി മസിൽസ് ആൻഡ് കോഡേറ്റ് ടെൻഡിനി, നമുക്കറിയാം. അതുപോലെ ദ കോഡേറ്റ് ടെൻഡിനി കണക്ട് ദ പാപ്പിലറി മസിൽസ് ടു. പാപ്പിലറി മസിൽസിനെ കോഡേറ്റ് ടെൻഡിനി ആരുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ദ വാൽവ് ലീഫ്ലെറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ. അതുപോലെ ഡ്യൂറിംഗ് സിസ്റ്റോൾ വാട്ട് ഹാപ്പൻസ് ദ കോഡേറ്റ് ടെൻഡിനി. സിസ്റ്റോളിന്റെ സമയത്ത്, സിസ്റ്റോൾ എന്ന് പറയുമ്പോഴത്തേക്കാണ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ. ദേ റിലാക്സ് ടു ഓപ്പൺ ദ വാൾസ് അല്ല, ദേ ബിക്കം ടോട്ട് ടു കീപ് ദ വാൾസ് ക്ലോസ്ഡ് അല്ലേ. സിസ്റ്റോളിന്റെ സമയത്ത് അതിങ്ങനെ ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും? വാൽവ് ക്ലോസ് ചെയ്ത് വെക്കും.
അതുപോലെ ഹൗ മെനി സെമിലൂണർ വാൾസ് ആർ പ്രസന്റ് ഇൻ ദ ഹാർട്ട്, 2 സെമിലൂണർ വാൾസ് ആണുള്ളത്. അതുപോലെ ദ സെമിലൂണർ വാൾസ് ആർ കമ്പോസ്ഡ് ഓഫ് എത്ര 3 കസ്പ് ഉണ്ടല്ലേ, എങ്ങനെയാണ് 3 ഹാഫ് മൂൺ ലൈക്ക് എന്താണ് ലീഫ്ലെറ്റ് ആണ് സെമി ലൂണാർ ഷേപ്പ് അല്ലേ, ലൂണാർ ഷേപ്പ്. ഓക്കെ. അതുപോലെ ദ വാൽവ് ബിറ്റ്വീൻ ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ദ പൾമോണറി ആർട്ടറി ഈസ് കാൾഡ്, റൈറ്റ് വെൻട്രിക്കിളിനും പൾമോണറി ആർട്ടറിക്ക് ഇടയിലുള്ള വാൽവിനെ നമ്മൾ എന്താണ് പൾമോണിക് വാൽവ് എന്ന് വിളിക്കും അല്ലേ. അതുപോലെ ദ വാൽവ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അയോർട്ട ഈസ് കാൾഡ് എന്താണ് അയോർട്ടിക് വാൽവ് അല്ലെങ്കിൽ അയോർട്ടിക് ലൂണാർ സെമി ലൂണാർ വാൽവ് അല്ലേ, അയോർട്ടിക് വാൽവ്. അതുപോലെ വാട്ട് എൻഷുവേഴ്സ് യൂണി ഡയറക്ഷണൽ ബ്ലഡ് ഫ്ലോ ഇൻ ദ ഹാർട്ട്, എന്താണ് ഇവിടെ നോക്കൂ ലീഫ്ലെറ്റ്സ് ആൻഡ് ഏട്രിയൽ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ല, പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ അല്ലേ, അതായത് എന്താണ് വാൾസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഇൻ റെസ്പോൺസ് ടു ബ്ലഡ് പ്രഷർ ചേഞ്ചസ്. എവിടെയാണ് പ്രധാനമായിട്ട് ബ്ലഡ് പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത്, വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ സമയത്താണല്ലേ. അപ്പൊ കൃത്യമായി വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് എന്താണ് ചില വാൽവുകൾ അടയും ചില വാൽവുകൾ തുറക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ യൂണി ഡയറക്ഷണൽ ഫ്ലോ എൻഷുർ ചെയ്യുന്നത്, വാൾസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഇൻ റെസ്പോൺസ് ടു ബ്ലഡ് പ്രഷർ ചേഞ്ചസ് അല്ലേ. പാപ്പിലറി മസിൽ സഹായിക്കുന്നുണ്ടോ, ഉണ്ട്, പക്ഷെ അത് മാത്രമല്ല. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്തെന്താണ് വിച്ച് വാൾസ് ആർ റെഫേർഡ് ടു ആസ് ദ സെമി ലൂണാർ വാൽവ്. നമുക്കറിയാം എന്താണ് പൾമോണിക് ആൻഡ് അയോർട്ടിക് വാൾസിനെ നമ്മൾ എന്ന് വിളിക്കുക സെമി ലൂണാർ വാൽവ് എന്ന് വിളിക്കുക അല്ലേ. വാട്ട് ഹാപ്പൻസ് ദ ആട്രിയോ വെൻട്രിക്കുലർ വാൾസ് ഡ്യൂറിംഗ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ, AV വാൾസിന് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ സമയത്ത് സംഭവിക്കും ദേ ക്ലോസ് ടു പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ടു ദ ഏട്രിയ അല്ലേ, അത് അടഞ്ഞിരിക്കും ഏട്രിയത്തിലേക്ക് ബ്ലഡ് തിരിച്ച് പോകാതിരിക്കാൻ. അതുപോലെ വിച്ച് വാൽവ് പ്രിവെന്റ്സ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ സഹായിക്കുന്ന ആരാണ് മൈട്രൽ വാൽവ് ആണ് അല്ലേ. അതുപോലെ വിച്ച് വാൽവ് പ്രിവെന്റ്സ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കുള്ള ബാക്ക് ഫ്ലോ തടയുന്ന ആരാടാ. അപ്പോൾ നോക്കാം, നമുക്കറിയാം എന്താണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് തുറക്കുകയും അത് റിലാക്സ് ചെയ്യുന്ന സമയത്ത് അടയുകയും ചെയ്തിട്ടുള്ള അല്ലേ അടയുന്ന വാൽവ് ഏതാണ് അയോർട്ടിക് വാൽവ് അല്ലേ. ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അയോർട്ട വഴിയിൽ ബ്ലഡ് പുറത്തേക്ക് പോകുന്നത്, അപ്പോൾ റിലാക്സേഷൻ സമയത്ത് തിരിച്ച് അയോർട്ടിൽ നിന്ന് ബ്ലഡ് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആരാണ് മക്കളെ അയോർട്ടിക് വാൽവ്, ഉത്തരം A ആണ്. അതുപോലെ വിച്ച് വാൽവ് പ്രിവെന്റ്സ് ബാക്ക് ഫ്ലോ ബ്ലഡ് ഇൻ ടു ദ റൈറ്റ് വെൻട്രിക്കിൾ, അത് നമുക്കറിയാം പൾമോണിക് വാൽവ് ആണ്, റൈറ്റ് വെൻട്രിക്കിളിലേക്കുള്ള ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ പാപ്പിലറി മസിൽ ഈസ് ടു, പാപ്പിലറി മസിലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ മക്കളെ, എന്താണ് ക്ലോസ് ദ സെമി ലൂണാർ വാൾസ് ആണോ, അല്ല പ്രിവെന്റ് പ്രൊലാപ്സ് ഓഫ് ദ ഏട്രിയോ വെൻട്രിക്കുലർ വാൾസിലെ ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് പ്രൊലാപ്സ് ചെയ്ത് തിരിച്ചു പോകുന്നതിനെ തടയുന്നതാണ് നമ്മുടെ പാപ്പിലറി മസിൽസിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. ദ സെമിലൂണർ വാൾവ്സ് ഓപ്പൺ ഡ്യൂറിങ്, സെമിലൂണർ വാൾവ് എപ്പോഴാണ് ഓപ്പൺ ചെയ്തത്, വെൻട്രിക്കുലാർ സിസ്റ്റോളിലാണല്ലേ, വെൻട്രിക്കുലാർ സിസ്റ്റോളിൽ. അതുപോലെ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഹാർട്ട് വാൾസ്, ഓൾ ഹാർട്ട് വാൾസ് ആർ കമ്പോസ്ഡ് ഓഫ് 3 ലീഫ്ലെറ്റ്സ്, തെറ്റ്. ഏട്രിയോ വെൻട്രിക്കുലർ വാൾസ് ആർ കമ്പോസ്ഡ് ഓഫ് ഹാഫ് മൂൺ ലേക്ക് ലീഫ്ലെറ്റ്സ്, AV വാൽവ് ഹാഫ് മൂൺ ലേക്ക് സാധനം അല്ല. സെമിലൂണർ വാൾസ് ആർ കമ്പോസ്ഡ് ഓഫ് 3 ഹാഫ് മൂൺ ലേക്ക് ലീഫ്ലെറ്റ്സ്, ശരിയാണ്. സെമിലൂണർ വാൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് മൂൺ ഷേപ്പ് ആണല്ലേ. അപ്പോൾ ഇനി നോക്കാം, മറ്റേ ശരിയാണ് നോക്കാം. ട്രൈക്കസ് വാൽവ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 കസ്, ചുമ്മാ മണ്ണ തെറ്റ്, C ആണ് ഉത്തരം. ഓക്കെ, അതുപോലെ അടുത്ത പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സിമ്പിൾ. നമുക്ക് പിന്നെ ഒരു 10 പ്രസ്താവന ചെയ്ത് നോക്കാം. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ഹാർട്ട് വാൾസ്. There are 6 വാൾസ് ഇൻ ദ ഹാർട്ട്. തെറ്റോ, ഒന്ന് ശരിയാണെന്ന് പറഞ്ഞാൽ അതിനെല്ലാം വെട്ടിക്കണം അല്ലേ, ഇതും വെട്ടാം ഇതും വെട്ടാം. ഹാർട്ട് വാൾസ് പെർമിറ്റ് ബ്ലഡ് ഫ്ലോ ഇൻ 1 ഡയറക്ഷൻ ഓൺലി, ശരിയല്ലേ. ഇതിലുണ്ട് വ്യത്യാസമില്ല. ഹാർട്ട് വാൾസ് ആർ മെയ്ഡ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ, ശരിയല്ലേ, ശരിയാണ്. ഇത് മാത്രം ഇതില്ല. ഏതാണ് ഉത്തരം, B ആണെന്ന് നോക്കാം. യെസ്, നോട്ട് ട്രൂ, തെറ്റ് ചോദിച്ചു. ഞാൻ വേഗം ഉത്തരത്തിലേക്ക് പോവാണ്, നിങ്ങൾ എൻ്റെ വേഗത ഉണ്ടോ നോക്കണം നിങ്ങൾക്ക്. നോക്കാം. ദ ട്രൈകസ്പിഡ് വാൽവ് സെപ്പറേറ്റ്സ് ദ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ട്രൈകസ്പിഡ് വാൽവ് റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ, ശരിയാണ്. അപ്പോൾ ഏതൊക്കെ വെട്ടും നമ്മൾ, ഇത് മാത്രം വെട്ടും. ദ ബൈകസ്പിഡ് വാൽവ് ഈസ് ആൾസോ നോൺ ആസ് മൈട്രൽ വാൽവ്, ശരിയാണ്. തെറ്റ് ചോദിച്ചിരിക്കുന്നു. ഏതൊക്കെ വെട്ടം, ഇത് വെട്ടും അല്ലേ, B വെട്ടും. അടുത്തത് ഏട്രിയോ വെൻട്രിക്കുലർ വാൾസ് ആർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ വെൻട്രിക്കിൾസ് ആൻഡ് മേജർ ആർട്ടറീസ്, AV വാൾസ്, തെറ്റ്. ഏതുണ്ട്, 2-ൽ 3 ഉണ്ട്. ദ പാപ്പിലറി മസിൽസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ ക്ലോഷർ ഓഫ് AV വാൾസ് ഡ്യൂറിംഗ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ, ശരി. C അല്ലേ ഉത്തരം, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് നോട്ട് കറക്റ്റ് അല്ലേ, തെറ്റായത് എന്ന് പറഞ്ഞിരിക്കുന്നു, മാറിപ്പോയിരിക്കും, വട്ടം വിട്ടു. ദ ട്രൈകസ്പിഡ് വാൽവ് ഹാസ് 3 കസ് ഓർ ലീഫ്ലെറ്റ്, ശരിയായ പ്രസ്താവന അല്ലേ. ഒന്ന് തെറ്റെന്ന് പറഞ്ഞാൽ മണ്ടയ്ക്ക് അടിക്കണ്ടേ, അടിച്ചു. ഇറ്റ് സെപ്പറേറ്റ്സ് ദ ലെഫ്റ്റ് ഏട്രിയം ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഏത് ട്രൈകസ്പിഡ് വാൽവ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ്, തെറ്റല്ലേ, തെറ്റാണ്. അപ്പോൾ ഇതിൽ 2 തെറ്റെന്ന് പറയുന്നില്ലല്ലോ, അതുകൊണ്ട് കട്ട് ചെയ്തു, ഇത് 2 മാത്രം. ഇറ്റ് പ്രിവെന്റ്സ് ബാക്ക് ഫ്ലോ ബ്ലഡ് ഇൻ ദ റൈറ്റ് ഏട്രിയം, ട്രൈകസ്പിഡ് വാൽവ് അല്ലേ, ശരിയാണ്. റൈറ്റ് ഏട്രിയത്തിലേക്ക് ബാക്ക് ഫ്ലോ തടയുന്നു, തെറ്റ് ചോദിച്ചിരിക്കുന്നു. ഇത് കളയാം, 2, A ആയിരിക്കും ഉത്തരം അല്ലേ, A ആണ് ഉത്തരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാവണ്ടേ. ദ ട്രൈകസ് വാൽവ് ഈസ് എ ടൈപ്പ് ഓഫ് സെമിലൂണർ വാൽവ്, തെറ്റ് തന്നെയാണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ മൈട്രൽ വാൽവ്. ദ മൈട്രൽ വാൽവ് ഈസ് ആൾസോ കാൾഡ് ദ ബൈകസ്പിഡ് വാൽവ്, ശരിയാണ്. എല്ലാത്തിലും ഒന്നും ഉണ്ടായില്ല, ഡിയിൽ ഇല്ലാത്തത് വെട്ടി. അതുപോലെ ഇറ്റ് സെപ്പറേറ്റ്സ് ദ ലെഫ്റ്റ് ഏട്രിയം ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ശരിയാണ്.
ഇതിൽ രണ്ടില്ല, അതുകൊണ്ട് അത് വെട്ടി, ബാക്കി രണ്ടുണ്ട്. ദ മൈട്രൽ വാൽവ് ആസ് 3 cusp. തെറ്റാണ്, ബി ആയിരിക്കും ഉത്തരം. അതിൻ്റെ അർത്ഥം എന്താണ്? 4 ശരിയാവണ്ടേ? ദ കോഡേറ്റ് ഇൻ ഹെൽപ്പ് മെയിൻറ്റെയിൻ ദ ക്ലോഷർ ഓഫ് ദ മൈട്രൽ വാൽവ്. ശരിയാണ്, അപ്പോൾ ബി ആയിരിക്കും ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നോട്ട് ട്രൂ എബൌട്ട് ദ ആക്ഷൻ ഓഫ് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്സ്. എ വി വാൽവ്സിന്റെ ആക്ഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്ന് നോക്കാം. എ വി വാൽവ്സ് റിമെയിൻ ഓപ്പൺ ഡ്യൂറിങ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ. തെറ്റാണ്. തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നതാണ്, വട്ടം ഇട്ടു. അപ്പോൾ ഒന്ന് തെറ്റാണെന്നുള്ള എടുക്കണ്ടേ? എല്ലാത്തിലും ഒന്ന് തരമില്ല. ഇതിലൊന്ന് തെറ്റെന്ന് പറയുന്നില്ല, ഇതിലൊന്ന് തെറ്റെന്ന് പറയുന്നില്ല. എ ആണോ സി ആണോ സംശയമുണ്ട്. പാപ്പലറി മസിൽസ് ആൻഡ് കോഡേറ്റിനെ മെയിൻറ്റെയിൻ വാൽ ക്ലോഷർ. യെസ്, ശരിയാണ്. അത് വാൽ ക്ലോഷർ സഹായിക്കുന്നു. അത് ശരിയായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 2 ഇല്ലല്ലേ ഇനി വെട്ടാൻ. ദ കോഡേറ്റിനെ ആർ ഫൈബറസ് ബാൻഡ്സ് കണക്ട് ടു ദ വാൽ ലിഫ്റ്റർ. ശരിയായ പ്രസ്താവനയാണ്. 3 തെറ്റാണെന്ന് അവൻ്റെ മണ്ടയ്ക്ക് അടിക്കണം. അപ്പോൾ ഉത്തരം ഏതായിരിക്കും? എ ആയിരിക്കും അല്ലേ? ഇനി 4 തെറ്റാണെന്ന് നോക്കണ്ടേ. ഡ്യൂറിങ് സിസ്റ്റോൾ ദ പാപ്പലറി മസിൽസ് റിലാക്സ്. സിസ്റ്റോളിന്റെ സമയത്ത് പാപ്പലറി മസിൽ റിലാക്സ് ചെയ്യത്തില്ല. സിസ്റ്റോളിന്റെ സമയത്ത് അതെന്ത് ചെയ്യും? സിസ്റ്റോളിന്റെ സമയത്ത് അത് കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട്. അതിൽ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് നോട്ട് ട്രൂ അബൌട്ട് അയോട്ടിക് വാൽവ്. അയോട്ടിക് വാൽവുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന. തെറ്റായത് ചോദിച്ചുകൊണ്ട് നമ്മൾ വട്ടം വിട്ടു മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ തെറ്റല്ലേ നോക്കാൻ പോകുന്നേ. ദ അയോട്ടിക് വാൽവ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അയോട്ട. അത് ശരിയായ പ്രസ്താവനയാണ്. ഒന്ന് തെറ്റെന്ന് പറഞ്ഞാൽ അവന്റെ മണ്ടയ്ക്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇറ്റ് പ്രിവെന്റ്സ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കുള്ള ബാക്ക് ഫ്ലോ തടയുന്നു. അത് ശരിയായ പ്രസ്താവന. 2 തെറ്റെന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ കൊല്ലണം അല്ലേ? ഇനി ബി ആണോ ഡി ആണെന്ന് മാത്രം സംശയം. ഇറ്റ് ഹാസ് 3 ഹാഫ് മൂൺ ലൈക്ക് കസ്പ്. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ? ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ അതും തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് വെട്ടാം. അപ്പോൾ ഏതായിരിക്കും? ബി ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? 4 തെറ്റാണെന്ന് നോക്കണ്ടേ. ദ അയോട്ടിക് വാൽവ് പ്രിവെന്റ്സ് ബ്ലഡ് ഫ്ലോ ഫ്രം ദ റൈറ്റ് ഏട്രിയം ടു ദ ലെഫ്റ്റ് ഏട്രിയം. തെറ്റ്, തെറ്റല്ലേ? യെസ്. അപ്പോൾ എന്താണ്? ഏതാണ്? ബി ആണ് ഉത്തരം. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് കോഡേറ്റ്. കോഡേറ്റ് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കോഡേറ്റ് ആർ തിൻ ഫൈബറസ് ബാൻഡ്. ശരിയായ പ്രസ്താവന തന്നെയാണ്. ഒന്നുള്ളതെല്ലാം എടുക്കാം, ഇതിലൊന്നില്ല കളയാം. അതുപോലെ കണക്ട് ദ പാപ്പലറി മസിൽ ടു ദ വാൽവ് ലീഫ്ലെറ്റ് അല്ലെ? പാപ്പലറി മസിൽസിനെ വാൽവ് ലീഫ്ലെറ്റ് കണക്ട് ചെയ്യുന്നു. അതും ശരിയാണോ? ശരിയാണ്. 2 എടുക്കാം, ഇല്ലാണ്ടില്ല കളയാം. എ ആണോ ഡി ആണെന്ന് മാത്രം സംശയം. ദേ ആർ പാർട്ട് ഓഫ് സെമിലൂണർ വാൽവ്സ്. സെമിലൂണർ വാൽവ്സിന്റെ ഭാഗം അവ അല്ല. അത് അല്ല. അതുകൊണ്ട് തന്നെ 3 ശരിയാണെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കളയുന്നു. ഉത്തരം ഏതായിരിക്കും? എ ആയിരിക്കും അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? ഇതും ശരിയാണെന്ന് നോക്കണ്ടേ. ഏത് 1, 2, 4 ശരിയാണെന്ന് നോക്കണ്ടേ. കോഡേറ്റ് ബിക്കംസ് ടോട്ട് ഡ്യൂറിങ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. യെസ്, വെൻട്രിക്കുലർ സിസ്റ്റോൾ സമയത്ത് അത് ടോട്ടായിരിക്കുന്നു. ഓക്കെ. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ഹാർട്ട് വാൾവ്സ് ഇൻ ജനറൽ. ഹാർട്ട് വാൽവുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന. ഹാർട്ട് വാൾവ്സ് പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. നോട്ട് ട്രൂ അല്ലേ? അപ്പോൾ ഇത് ശരിയല്ലേ? ശരിയാണ്. ഒന്ന് തെറ്റെന്ന് പറഞ്ഞാൽ അതെല്ലാം വെട്ടിക്കളയണം. അതുപോലെ ആൾ ഹാർട്ട് വാൽവ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഫൈബർസ് ടിഷ്യൂ. ഹാർട്ട് വാൽവ് എല്ലാം ഫൈബർ ടിഷ്യൂ അല്ലേ? ശരിയല്ലേ? അത് തെറ്റാണെന്ന് പറഞ്ഞാൽ വെട്ടിക്കളയണ്ടേ? യെസ്, എ ആയിരിക്കും ഉത്തരം അല്ലേ? സിമ്പിൾ. ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് വാൾവ്സ് ഡിപ്പെൻഡ് സോൾലി ഓൺ വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ. വെൻട്രിക്കുലർ കോൺട്രാക്ഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ? അല്ല അല്ലേ? മറ്റു പല കാര്യങ്ങളും അതിനകത്ത് സഹായിക്കുന്നുണ്ടല്ലേ? അപ്പോൾ തെറ്റായ സോൾലി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതുപോലെ സെമിലൂണർ വാൽവ്സ് ആർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്. ഒരിക്കലും ഏട്രിയയ്ക്ക് വെൻട്രിക്കിൾ ഇടയ്ക്ക് അല്ല സെമിലൂണർ വാൽവ് കാണുന്നത്. 3, 4 തെറ്റ് തന്നെയാണ്. എ ആണ് ഉത്തരം. അപ്പോൾ ഇനി നമുക്ക് ചേരുമ്പടി ചേർക്കാം. വാൽവ് ലൊക്കേഷനും. ട്രൈകസ്പിഡ് വാൽവ് എങ്ങോട്ട്? റൈറ്റ് ഏട്രിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ 1, 2 അല്ലേ? 1, 2 എത്ര ഓപ്ഷൻ ഉണ്ടടാ? 1, 2 എത്ര ഓപ്ഷൻ ഉണ്ട്? ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. എ തന്നെ ആയിരിക്കും ഉത്തരം. ഇനി നോക്കാം. 2, 3 ആണോ നോക്കാം. മൈട്രൽ വാൽവ് ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ. ശരിയാണ്. 2, 3 ആണ്. 3, 4 ആണെന്ന് നോക്കാം. പൾമോണിക് വാൽവ് ബിറ്റ്വീൻ റൈറ്റ് വെൻട്രിക്കിളും പൾമോണിക് വാൽവ്. ശരിയാണല്ലേ? അപ്പോൾ എ ആയിരിക്കും നമ്മുടെ ഉത്തരം. അതുപോലെ നോക്കാം. മാച്ച് ദ ഫോളോയിങ് വാൽവ്സ് ദെയർ സ്ട്രക്ചർ ആൻഡ് ഫീച്ചർ അല്ലേ? ട്രൈകസ്പിഡ് വാൽവ് എത്രയാണ്? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രൈകസ്പിഡ് വാൽവ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പൾമോണറി ആർട്ടറി ആണോ? അല്ല. കമ്പോസ്ഡ് ഓഫ് 3 cusps or leaflet ആണ് ട്രൈകസ്പിഡ് വാൽവ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1, 4 ആണ് നമുക്കറിയാം. 1, 4 എത്ര ഉണ്ടോ? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ 2 ആണെന്ന് നോക്കാം. മൈട്രൽ വാൽവ് കണക്ട് ചെയ്ത പാപ്പലറി. യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ 3 ആണെന്ന് നോക്കാം. പൾമോണിക് വാൽവ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പൾമോണറി. യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ അയോട്ടിക് വാൽവ് ഹാഫ് മൂൺ ലൈക്ക് ലീഫ്ലെറ്റ്. അപ്പോൾ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അല്ലേ? അതുപോലെ നോക്കാം. ടേമും ഡിസ്ക്രിപ്ഷനും. കോഡേറ്റ് എന്താണ്? കോഡേറ്റ് കണക്ട്സ് ഒന്ന് വായിച്ചു നോക്കാം. പ്രിവെന്റ്സ് പ്രൊലാപ്സ് ഓഫ് എവി വാൽവ്സ്, കണക്ട് ദ വാൽവ് ലിഫ്റ്റ് വെൻട്രിക്കുലർ വാൽവ്സ് അല്ലേ? അതുപോലെ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്, ലൊക്കേറ്റഡ് ബിറ്റ്വീൻ വെൻട്രിക്കിൾസ് ആൻഡ് മേജർ ആർട്ടറീസ്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് കോഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കണക്ട് വാൽവ് ലിഫ്റ്റ് വെൻട്രിക്കുലർ വാൾവ്സ്. ഇതാണ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. 1, 2 അല്ലേ?
1, 2ലേക്കുള്ള എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ 2, 1 പോണ്ടേ? പാപ്പലറി മസിൽസ് പ്രിവെന്റ് പ്രിലാപ്സ് ഓഫ് AV വാൽവ്സ് അല്ലേ? യെസ്. അതുപോലെ 3, 3 AV വാൽവ്സ് ലൊക്കേറ്റ് ബിറ്റ്വീൻ ശരിയാണ്. സെമിനൽ വാൽവ്സ് ലൊക്കേറ്റ് ബിറ്റ്വീൻ വെൻട്രിക്കിൾസ് ആൻഡ് മേജർ ആർട്ടറീസ് ശരിയാണ്. അപ്പോൾ A ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അതുപോലെ എന്തൊക്കെയാണ് വാൽവും ഫംഗ്ഷനും? ട്രൈകസ്പിഡ് വാൽവ് എന്താണ്? പ്രിവെന്റ് ബാക്ക്ഫ്ലോ ഇൻറ്റു റൈറ്റ് ഏട്രിയം അല്ലേ? ട്രൈകസ്പിഡ് വാൽവ് റൈറ്റ് ഏട്രിയത്തിലെ ബാക്ക്ഫ്ലോ തടയുന്നു. 1, 2 മൈക്രോ വാൽവ് ആൾസോ കാൾഡ് ബൈകസ്പിഡ് വാൽവ്. അതുപോലെ പൾമോണിക് വാൽവ് പ്രിവെന്റ്സ് ബ്ലാക്ക് റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ A തന്നെയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ അവസാനം ചോദ്യം നോക്കാം. മയോകാർഡിയൽ ഇസ്കെമിയ ഓക്കേഴ്സ് വെൻ? എപ്പോഴാണ് മയോകാർഡിയൽ ഇസ്കെമിയ ഉണ്ടാകുന്നതാ? there is inadequate oxygen supply to the myocardium. മയോകാർഡിയത്തിലേക്ക് ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴത്തേക്കാണ് മയോകാർഡിയൽ ഇസ്കെമിയ ഉണ്ടാകുന്നത്. നമുക്കതെല്ലാം അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ ചോദ്യങ്ങളെല്ലാം വരിക. ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നേരിടാൻ തയ്യാറാവണം. കൂടുതൽ ചോദ്യങ്ങൾ നേരിട്ട് കൊണ്ടുള്ള പ്രാക്ടീസ് നിങ്ങളെ ഒരു കൃത്യമായിട്ട് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഈ വരുന്ന DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ്റെ 1ാം റാങ്ക് ആയിരിക്കണം നമ്മുടെ സ്വപ്നം. ആ 1ാം റാങ്കിലേക്ക് ചുവടുവയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായ എന്തൊക്കെയാണ് മക്കളെ? കൃത്യമായുള്ള പഠനം, 2 റിവിഷൻ, 3 എന്താണ്? പ്രാക്ടീസ് ആൻഡ് അവസാനത്തെ പെർഫോമൻസ്. ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് വന്നാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? കയറി വാ മക്കളെ. കൃത്യമായിട്ട് നമുക്ക് സമയമുണ്ട്. ഏകദേശം ഒരു 4-5 മാസം കൃത്യമായ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ഇത് വളരെ മനോഹരമായിട്ട് പഠിച്ച് സെറ്റാക്കി പ്രാക്ടീസ് ചെയ്തെടുക്കാം. നല്ല പവറായിട്ട് ഈച്ച് ആൻഡ് എവരിഡേ കൃത്യമായ പവറായിട്ട് നിൽക്കുക. എനിക്കറിയാം നിങ്ങളുടെ ജോലിയുടെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനോടൊപ്പം നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനും നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കാനും വേണ്ടി നിങ്ങൾ കൃത്യമായി 3-4 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിട്ട് മാറുന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഫുൾ പവറോടെ നിൽക്കുക. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ തരികയാണ്. താങ്ക് യു.